നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നാ. സ്റ്റാർട്ട് ചെയ്യാം. ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത് കെമിസ്ട്രിയിലെ രണ്ടാമത്തെ ഒരു ടോപ്പിക് ആയിട്ടുള്ള പീരിയോഡിക് ടേബിൾ ആണ് കേട്ടോ. നമ്മൾ ഇന്നലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും ആറ്റത്തെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്തു. ഇന്ന് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഡിസ്കസ് ചെയ്യേണ്ടതായിരുന്നു. അത് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളത് കൊണ്ട് നിങ്ങൾ പുതിയ പിള്ളേരായതുകൊണ്ട് ഞാൻ പീരിയോഡിക് ടേബിളിലേക്ക് നീങ്ങുകയാണ്. അത് കഴിഞ്ഞ് നമുക്ക് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എടുക്കാം കേട്ടോ. ഓക്കെ, നമ്മൾ പീരിയോഡിക് ടേബിളിനെ പറ്റിയാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോണത്. ഇന്നലെ നമ്മൾ ആറ്റോമിക് നമ്പർ ഒക്കെ എന്താണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? ആറ്റോമിക് നമ്പർ എന്താ? പ്രോട്ടോണുകളുടെ എണ്ണത്തിനെയാണ് നമ്മൾ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. അപ്പോ ഈ ആറ്റോമിക് നമ്പർ അനുസരിച്ച് മൂലകങ്ങളെ അറേഞ്ച് ചെയ്തേക്കണ ഒരു ടേബിൾ ആണ് ശരിക്കും പറഞ്ഞാൽ പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമ്മുടെ മൂലകങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയണ മൂലകങ്ങളൊക്കെ ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെറിലിയം, ബോറോൺ, പിന്നെ നിങ്ങൾക്കറിയണ ക്ലോറിൻ, സൾഫർ, ഇതൊക്കെ ഇങ്ങനെയുള്ള എല്ലാ എലമെന്റ്സിനും ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത് 120 മുകളിൽ എലമെന്റ്സ് പിടിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അതിനെയൊക്കെ അവരുടെ ഒരു പ്രത്യേകതയുടെ അനുസരിച്ചും അവരുടെ എന്താ പറയാ, അവർക്ക് ഓരോ പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ അനുസരിച്ച് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ടേബിൾ ആണ് ശരിക്കും പറഞ്ഞാൽ പീരിയോഡിക് ടേബിൾ. അത് അവരുടെ ഗുണം മനസ്സിലാക്കാനും ഇതെങ്ങനെയാണെന്നൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാനൊക്കെ സഹായിക്കുന്നതാണ് ഈ പറഞ്ഞ പീരിയോഡിക് ടേബിൾ. അപ്പോൾ ആദ്യമായിട്ട് കുറച്ച് മൂലകങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടായുള്ളൂ. അപ്പോൾ അതിനുശേഷം പിന്നീട് കുറെ എണ്ണം കണ്ടുപിടിക്കപ്പെട്ടു. അപ്പോൾ ഇതിന്റെ ഒരു ഹിസ്റ്ററി ഉണ്ട്. ആദ്യം തന്നെ ഈ പറഞ്ഞ 120ഓളം എലമെന്റ്സ് ഒരുമിച്ച് ഒരു ടേബിളിലാക്കിയിട്ടൊന്നുമില്ല. പതുക്കെ പതുക്കെ കണ്ടുപിടിച്ചത് വെച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ കുറച്ച് പേര് ഓരോ രീതിയിലൊക്കെ അറേഞ്ച് ചെയ്ത് അങ്ങനെയാണ് ഈ പീരിയോഡിക് ടേബിൾ ഇന്ന് കാണുന്ന ഫോമിലേക്ക് ആയത്. അപ്പൊ ആദ്യകാലത്ത് പീരിയോഡിക് ടേബിൾ അറേഞ്ച് ചെയ്ത ഒരാളാണ് ലാവോസിയർ എന്ന് പറഞ്ഞ ഒരാള്. ഓക്കെ, ലാവോസിയർ കേട്ടാ, ആന്റോണിയോ ലാവോസിയർ എന്നാണ് പറയാ. അപ്പോ ഇദ്ദേഹമാണ് ആദ്യമായിട്ട് ഈ നമ്മുടെ പീരിയോഡിക് ടേബിൾ എന്നല്ല, പീരിയോഡിക് ടേബിളിന്റെ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ട് നമ്മുടെ മൂലകങ്ങളെ മെറ്റൽസ് എന്നും നോൺ മെറ്റൽസ് എന്നൊക്കെ പറഞ്ഞ് അറേഞ്ച് ചെയ്തത് ആദ്യമായിട്ട് ലാവോസിയർ ആണ്. അപ്പൊ മെറ്റൽസ്, നോൺ മെറ്റൽസ് എന്നൊക്കെ ആദ്യമായിട്ട് മൂലകങ്ങളെ വർഗീകരിച്ചത് ആരാണ്? ലാവോസിയർ. ഓക്കെ, ക്ലിയർ അല്ലേ? ആദ്യമായിട്ട് മൂലകങ്ങളെ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് എന്ന് ക്ലാസിഫൈ ചെയ്തത് ലാവോസിയർ ആണ്. ഓക്കെ, അടുത്തതാണ് ഡോബറൈനർ എന്ന് പറഞ്ഞൊരു സയന്റിസ്റ്റ്. ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത് ലോഹങ്ങൾ, മെറ്റൽസ്, നോൺ മെറ്റൽസ് എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്ത സയന്റിസ്റ്റിന്റെ പേര് പഠിക്കുക. അപ്പൊ അത് ലാവോസിയർ. അടുത്തതാണ് ലോ ഓഫ് ട്രയാഡ്സ്, ട്രയാഡുകൾ എന്നുള്ള നിയമം കൊണ്ടുവന്ന സയന്റിസ്റ്റ് ആരാന്ന് പഠിക്കണം. അതാണ് ഡോബറൈനർ. ഡോബറൈനറിന്റെയാണ് ലോ ഓഫ് ട്രയാഡ്സ്. ത്രികകങ്ങൾ എന്നൊക്കെ മലയാളത്തിൽ പറയും. ലോ ഓഫ് ട്രയാഡ്സിനെ ത്രികകങ്ങൾ, ട്രയാഡ് എന്ന് പറഞ്ഞാൽ ത്രികകങ്ങൾ എന്നൊക്കെയാണ് മലയാളത്തിൽ പറയാ കേട്ടോ. അപ്പൊ ലോ ഓഫ് ട്രയാഡ്സ് അല്ലെങ്കിൽ ത്രികകങ്ങൾ എന്ന നിയമം കൊണ്ടുവന്ന സയന്റിസ്റ്റിന്റെ പേര് ഡോബറൈനർ. അടുത്ത സയന്റിസ്റ്റ് ആണ് ന്യൂലാൻഡ്. ന്യൂലാൻഡിന്റെയാണ് അഷ്ടക നിയമം എന്ന ലോ ഓഫ് ഒക്ടേവ്സ് എന്ന നിയമം അദ്ദേഹത്തിന്റെയാണ്. ന്യൂലാൻഡിന്റെ ലോ ഓഫ് ഒക്ടേവ്സ്, അഷ്ടക നിയമം. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? 3 സയന്റിസ്റ്റുകളാണ് നമ്മൾ ആദ്യം പഠിച്ചത്. ലാവോസിയർ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് മെറ്റൽസ് എന്നും നോൺ മെറ്റൽസ്, അതായത് ലോഹങ്ങള്, അലോഹങ്ങള് എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്തു. അടുത്ത വന്ന സയന്റിസ്റ്റ് ആണ് ഡോബറൈനർ. അദ്ദേഹം ലോ ഓഫ് ട്രയാഡ്സ് എന്ന ഒരു തിയറി കൊണ്ടുവന്നു. അടുത്ത സയന്റിസ്റ്റ് ആണ് ന്യൂലാൻഡ്സിന്റെ പേരാണ് ലോ ഓഫ് ഒക്ടേവ്സ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? 3 ലാവോസിയർ മെറ്റൽസ് എന്നും നോൺ മെറ്റൽസ് എന്നും ക്ലാസിഫൈ ചെയ്തു. ഡോബറൈനർ ട്രയാഡുകൾ എന്നുള്ള ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നു. ന്യൂലാൻഡ്സിന്റെ
ലോ ഓഫ് ഒക്ടേവ്സ്. അപ്പൊ ഈ 3 പഠിക്കണം. ഇങ്ങനെ ചോദിക്കാറുണ്ട്, ആദ്യമായി ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും വേർതിരിച്ച ശാസ്ത്രജ്ഞൻ ലാവോസിയർ. അടുത്തത് ലോ ഓഫ് ട്രയാഡ്സ് എന്ന് കൊണ്ടുവന്നത് ഡോബ്രൈനർ. ന്യൂലാൻഡ്സിന്റെ ആണ് അഷ്ടക നിയമം അല്ലെങ്കിൽ ലോ ഓഫ് ഒക്ടേവ്സ്. ഇനി നമുക്ക് ഈ ലോ ഓഫ് ട്രയാഡ്സ് എന്താന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. ലോ ഓഫ് ട്രയാഡ്സ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു 3 മൂലകങ്ങളുടെ ഗ്രൂപ്പ് ആക്കി വർഗീകരിച്ചു. 3 മൂലകങ്ങളുടെ ഗ്രൂപ്പ്. ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. ഇങ്ങനെ 3 മൂലകങ്ങൾ. ഇതൊന്നും നിങ്ങൾ സിമ്പിൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഈ ചിലത് ഈ സോഡിയത്തിന്റെ ഒക്കെ ഈ ലാറ്റിൻ നെയിമിൽ നിന്നാണ് ഈ പറഞ്ഞ സോഡിയത്തിന്റെ നേട്രിയം എന്നുള്ള ലാറ്റിൻ നെയിമിൽ നിന്നാണ് ഈ എൻ എന്നുള്ള സിമ്പിൾ ഒക്കെ വന്നത് കേട്ടോ. ഈ രണ്ടാമത്തെ ലെറ്റർ എപ്പോഴും സ്മോൾ ലെറ്റർ ആയിരിക്കും. ഇങ്ങനെ 2 ലെറ്റേഴ്സ് വെച്ചിട്ടുള്ള റെപ്രസെന്റേഷൻ ആണെങ്കിൽ രണ്ടാമത്തെ ലെറ്റർ സ്മോളും ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റൽ ആയിരിക്കും. ഇവിടെ നോക്കിയാൽ ലിഥിയത്തിന്റെ L ക്യാപിറ്റലും I സ്മോൾ ലെറ്ററും. ഓക്കെ, അപ്പൊ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം ഈ 3 മൂലകങ്ങളുടെ ആറ്റോമിക മാസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് നമുക്ക് അങ്ങനെ അറിയണ്ട. നമ്മുടെ ഈ പ്രോട്ടോൺസും മാസ് നമ്പർ പോലത്തെ ഒരു കൺസെപ്റ്റ് ആണ്, പക്ഷെ മാസ് നമ്പർ അല്ല, കുറച്ചൊരു ഡിഫറെന്റ്, അതിന്റെ ഒരു ആവറേജ് എടുത്തിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. അപ്പോ ഈ അദ്ദേഹം ഈ 3 ആറ്റോമിക മാസ് കണ്ടുപിടിച്ചു. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം എന്നീ 3 മൂലകങ്ങളുടെ ആറ്റോമിക മാസ് കണ്ടുപിടിച്ചിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി ഈ 7ഉം 39ഉം കൂടി കൂട്ടിയിട്ട് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇതിന്റെ ആവറേജ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ സെന്ററിലുള്ള സോഡിയത്തിന്റെ ആറ്റോമിക മാസ് കിട്ടുമെന്ന് മനസ്സിലായി. കിട്ടിയില്ലേ? അതായത് ആദ്യത്തേതിന്റെയും മൂന്നാമത്തേന്റെയും 3 ഗ്രൂപ്പുള്ള മൂലകങ്ങൾ ഉണ്ടാക്കി, എന്നിട്ട് ആദ്യത്തേന്റെ മൂന്നാമത്തെ എലമെന്റിന്റെ ആറ്റോമിക മാസിന്റെ ആവറേജ് ആയിരിക്കും സെൻട്രലിലുള്ള എലമെന്റിന്റെ ആറ്റോമിക മാസ് എന്ന് കണ്ടുപിടിച്ചു. അതാണ് ലോ ഓഫ് ട്രയാഡ്സ്. ക്ലിയർ ആണോ? ഒന്ന് റിപ്ലൈ തരുമോ ചാറ്റിൽ, ഇത്രയും ക്ലിയർ ആണോ എന്ന്? ഓക്കെ, അപ്പൊ ഇതാണ് ലോ ഓഫ് ട്രയാഡ്സ്. ആ 3 മൂലകങ്ങളുടെ ഗ്രൂപ്പായിട്ട് തിരിച്ചു, എന്നിട്ട് ആദ്യത്തേന്റെയും മൂന്നാമത്തേന്റെയും ആറ്റോമിക മാസിന്റെ ആവറേജ് ആയിരിക്കും സെന്ററിലുള്ളതിന്റെ ആറ്റോമിക മാസ്. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയാണ് 7+39. പിണ്ഡം എന്താണെന്ന് പറഞ്ഞുതരുമോ? അത് ശരിക്കും പറഞ്ഞ ആറ്റോമിക നമ്പർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോണിന്റെ എണ്ണാണ്. ഇതിൽ ശരിക്കും പറഞ്ഞ പ്രോട്ടോൺ, ന്യൂട്രോൺ ഈ ആറ്റോമിക് നമ്പർ പോലൊക്കെ തന്നെയാണ്. പക്ഷെ അതിന് മറ്റേതെന്ന് പറഞ്ഞാൽ ആറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞ ഒരു ഹോൾ നമ്പർ ആയിട്ട് എപ്പോഴും വരും. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഫ്രാക്ഷണൽ നമ്പർ ഒക്കെ ആയിട്ട് വരും. അത് മൂല്യം ഇങ്ങനെ ഒരു എക്സ്പെരിമെന്റ് വഴി അതിന്റെ ഓരോന്നിന്റെ വാല്യൂ കണ്ടുപിടിച്ചതാണ്. ശരിക്കും ഈ പ്രോട്ടോൺ, ന്യൂട്രോൺസ് ഒക്കെ വെച്ചിട്ടൊക്കെ തന്നെയാണ്, പക്ഷെ അതൊരു ആവറേജ് എടുത്തിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. അതാണ് ഈ പറഞ്ഞ ആറ്റോമിക മാസ് നമ്പറിന് സിമിലർ അല്ല, മാസ് നമ്പർ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അതേപോലത്തെ ഒരു ഇതാണ്. അത് എക്സ്പെരിമെന്റലി അതിന്റെ വാല്യൂ കണ്ടുപിടിക്കണതാണ്. ഓക്കെ, ഇനി അടുത്തതാണ് ലോ ഓഫ് ഒക്ടേവ്സ് എന്ന് പറഞ്ഞൊരു നിയമം കേട്ടോ, അഷ്ടക നിയമം. അദ്ദേഹം ഒരു 56 മൂലകങ്ങളെയാണ് ഈ പറഞ്ഞ ന്യൂലാൻഡ്സ് ക്ലാസിഫൈ ചെയ്തത്. 56 മൂലകട, ഇതൊന്നും പഠിക്കണ്ട കേട്ടോ, 56 ഞാൻ വെറുതെ എഴുതിയെന്നുള്ളൂ. ഓക്കെ, ന്യൂലാൻഡ്സിന്റെ അഷ്ടക നിയമം എന്ന് പറയുന്നത് ഒരു 56 മൂലകങ്ങളെ വെച്ച് ചെയ്തതാണ്. ഈ മൂലകങ്ങൾ ക്രമമായി എഴുതുമ്പോ ആദ്യത്തെ മൂലകം എട്ടാമത്തെ മൂലകവും തമ്മിൽ ഒരേപോലെ സിമിലർ ആയിട്ട് കാണിക്കുന്നു. അതായത് നമ്മുടെ ഈ സപ്തസ്വരത്തിന്റെ മാതൃകയാണെന്നാണ് ഈ പറയണത് ന്യൂലാൻഡ്സിന്റെ. അതായത് ഇപ്പൊ നമ്മുടെ ഈ സംഗീതത്തിന്റെ സപ്തസ്വരം എഴുതുമ്പോ സരിഗമ പദനി കഴിഞ്ഞിട്ട് പിന്നെ സാ റിപ്പീറ്റ് ചെയ്യല്ലേ, അതേപോലെ തന്നെ ആദ്യത്തേതിന്റെയും എട്ടാമത്തെയും പ്രോപ്പർട്ടീസ് എന്താ പറയാ റിപ്പീറ്റ് ചെയ്യും, സിമിലർ ആണെന്ന് പറയുന്ന ഒരു നിയമമാണ് ലോ ഓഫ് ഒക്ടേവ്സ്. ആദ്യത്തേന്റെയും എട്ടാമത്തേന്റെയും എലമെന്റ്സ് അതെ ഇതിൽ എഴുതിയിട്ടുണ്ട്. ഈ മൂലകങ്ങളെ ക്രമമായി എഴുതുമ്പോൾ എട്ടാമത് വരുന്ന മൂലകം ആദ്യത്തേതിന്റെ ആവർത്തനമാണെന്ന് കണ്ടെത്തിയ നിയമമാണ് ലോ ഓഫ് ഒക്ടേവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ആവർത്തനം എന്ന് പറയുമ്പോ ഒരു ലൈനിൽ ഒരു മൂലകം 2 പ്രാവശ്യം വരുമോ? അതായത് അതിന്റെ പ്രോപ്പർട്ടീസ്, എലമെന്റ് റിപ്പീറ്റ് ചെയ്യുന്നല്ല, അതിന്റെ പ്രോപ്പർട്ടീസ് ഇല്ലേ, അതിന്റെ എന്താ പറയാ ഇതിനെ, നമ്മളിപ്പോ ഈ മൂലകങ്ങളൊക്കെ ഈ പീരിയോഡിക് ഹൈഡ്രജന്റെ പറഞ്ഞ പോലെയാണോ? ഹൈഡ്രജന്റെ വേറെ പറഞ്ഞ പോലെയാണോ?
അതായത് അത് ഐസോട്ടോപ്പ് അതല്ല പറയണത്. നമ്മൾ ഈ ഗ്രൂപ്പുകളിൽ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഇനി നമ്മൾ പീരിയോഡിക് ടേബിൾ പഠിക്കുമ്പോൾ ഒരേ പ്രോപ്പർട്ടീസ് ഉള്ള മൂലകങ്ങളെ ഒരു ഗ്രൂപ്പിലാക്കും. അതായത് ഇപ്പൊ നിങ്ങൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഈ ക്ലാസ് എടുക്കണു, ഇതിപ്പോ PSCക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. അന്നിപ്പോ കേട്ടിട്ട് പോട്ടെ, അല്ലെങ്കിൽ ഒരു SSCക്ക് പഠിക്കുന്ന ഒരു കുട്ടിക്ക് നമ്മൾ ഈ ക്ലാസ് ആയിരിക്കും, വേറെ ക്ലാസ് അല്ലേ കൊടുക്കുക. അപ്പൊ ഒരേപോലത്തെ ഒരേ രീതിയുള്ള ഒരേപോലെ പ്രോപ്പർട്ടീസ് ഉള്ള എന്തെങ്കിലും രീതിയിലൊരു പ്രോപ്പർട്ടീസ് ആവും. ചിലപ്പോ അത് ഒരു ഗ്രൂപ്പിലുള്ള ആൾക്കാര് അവര് മെറ്റൽസ് ആവാം, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരേപോലത്തെ ഇനി നമ്മൾ ഇനി പോകുമ്പോ പഠിക്കും, ആ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും രീതിയിൽ ഒരേപോലത്തെ ഇതാവും. ചിലപ്പോ സോഫ്റ്റ് മെറ്റൽസ് ആവാം, ചിലപ്പോ ആ ഗ്രൂപ്പിലുള്ള എലമെന്റ്സ് കളേർഡ് കോമ്പൗണ്ട്സ് ആവാം. അങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവും. അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പ്രത്യേകത ആദ്യത്തെ അതേപോലത്തെ പ്രോപ്പർട്ടീസ് തന്നെയായിരിക്കും എട്ടാമത്തേതും സിമിലർ ആണെന്ന് കണ്ടെത്തിയ ഒരു നിയമമാണ് ലോ ഓഫ് ഒക്ടേവ്സ്. പക്ഷെ ഇതൊന്നും അത്ര വർക്ക്ഔട്ട് ആയില്ല. കാര്യം ഇത് ആദ്യത്തെ ഒരു കുറച്ച് എലമെന്റിന്റെ മാത്രമാണ് ഈ ഒരു ഇത് റിപ്പീറ്റ് ചെയ്യണുള്ളൂ. ഒന്നാമത്തെ എട്ടാമത്തെ പ്രോപ്പർട്ടീസ് റിപ്പീറ്റ് ചെയ്യണുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു റിപ്പീറ്റേഷൻ വരുന്നില്ല എന്നൊക്കെ കണ്ടപ്പോ അതൊന്നും അത്ര വർക്ക്ഔട്ട് ആയില്ല. അപ്പോഴാണ് അടുത്ത നമ്മുടെ വേറൊരു രീതി വന്നത്. അതാണ് മെന്റലിയഫിന്റെ പീരിയോഡിക് ടേബിൾ. ഇദ്ദേഹമാണ് ആദ്യമായിട്ട് ഒരു ടേബിൾ ഫോമിൽ പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കിയത്. ഒരു ടേബിൾ ഫോമിലേക്ക് പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കിയത് ഇദ്ദേഹമാണ്. മറ്റവരൊക്കെ ഇങ്ങനെ ജസ്റ്റ് എലമെന്റ്സിനെ ഇങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യണോ, മെറ്റൽസ് നോൺ മെറ്റൽസ്, അല്ലെങ്കിൽ ഒന്നാമത്തെ മൂന്നാമത്തെ മൂലകം, രണ്ടാമത്തെ ആവറേജ് കിട്ടും, അങ്ങനെയൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. ഈ മെന്റലിയഫ് ആണ് ആദ്യമായിട്ട് ഒരു ടേബിൾ ഫോർമാറ്റിലേക്ക് പീരിയോഡിക് ടേബിൾ പോലെ കൊണ്ടുവന്നത്. ഇനി അദ്ദേഹം അന്ന് കണ്ട ഒരു 63 മൂലകത്തിനെയാണ് പീരിയോഡിക് ടേബിളിൽ അറേഞ്ച് ചെയ്തത്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ആറ്റോമിക് മാസിന്റെ ഇൻക്രീസിങ് ഓർഡറിലാണ് ഇദ്ദേഹം ക്ലാസിഫൈ ചെയ്തത്. ഇത് മാത്രം നോട്ട് ചെയ്യണേ. ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ എന്ന് അറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ പഠിക്കണം, മെന്റലിയഫ്. ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ മെന്റലിയഫ്. അദ്ദേഹം എന്തിന്റെ ഓർഡറിലാണ് അറേഞ്ച് ചെയ്തതെന്ന് പറയുകയാണെങ്കിൽ ആറ്റോമിക മാസിന്റെ ഓർഡറിൽ. ഓക്കെ, ക്ലിയർ ആയല്ലോ? 2 പോയിന്റ് ആണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത് മെന്റലിയഫ് ആണ്. ആറ്റോമിക മാസിന്റെ ഇൻക്രീസിങ് ഓർഡറിലായിരിക്കും അദ്ദേഹം മൂലകങ്ങളെ അറേഞ്ച് ചെയ്തേക്കണത്. ഓക്കെ, അടുത്തതാണ് ഇദ്ദേഹത്തിന്റെ കുറച്ച് മേന്മകളാണ്. അത്ര ഇമ്പോർട്ടന്റ് അല്ല, ചിലപ്പോ ചോദിക്കാം, അതുകൊണ്ട് എഴുതിയേക്കണതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ സമാന ഗുണമുള്ള മൂലകങ്ങളെ ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി മൂലകങ്ങളെ വർഗീകരിച്ചു. ഏതെങ്കിലും ഒരു രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഗുണം ഉണ്ടാവാം എന്ന് വെച്ചിട്ട് ആ എലമെന്റ്സ് എല്ലാം ഒരേപോലത്തെ പൊതു സ്വഭാവം കാണിക്കണമെന്നല്ല. എന്തെങ്കിലുമൊക്കെ ആ കാറ്റഗറിയിലുള്ള ആൾക്കാർക്കൊക്കെ ഇപ്പൊ നമ്മൾ ഒരു ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് തന്നെ പല സ്വഭാവമില്ലേ. പക്ഷെ ഇപ്പൊ ഒരു 10ാം ക്ലാസ്സിലെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ആ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഒരു ഗ്രൂപ്പ്, അതേപോലെ. അപ്പൊ സമാന ഗുണമുള്ള മൂലകങ്ങളെ ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയാണ് അദ്ദേഹം മൂലകങ്ങളെ വർഗീകരിച്ചത്. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു പ്രശ്നം, അദ്ദേഹത്തിന് കുറെ അദ്ദേഹത്തിന്റെ ഒരു പോരായ്മ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു നല്ലൊരു വശമാണ്. ചില ആള് കണ്ടുപിടിച്ചു ചിലതിന്റെ ഈ ഇൻക്രീസിങ് ഓർഡർ, ആറ്റോമിക് മാസിന്റെ ഇൻക്രീസിങ് ഓർഡർ കൃത്യമായിട്ട് പാലിച്ചിട്ടില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു, ഇതെന്തോ ആറ്റോമിക മാസ് നിർണയിച്ചതിനുള്ള പ്രശ്നമാണെന്നാണ് മനസ്സിലാക്കി. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, ചില മൂലകങ്ങളുടെ ആറ്റോമിക മാസ് ഇങ്ങനെ പിന്നെയും കറക്റ്റ് ചെയ്ത് തിരുത്തി. അതാണ് ഇപ്പൊ പറയണത്. ബെറിലിയത്തിന്റെ ആദ്യം ആറ്റോമിക മാസ് 14 കണ്ടുപിടിച്ചു വെച്ചിരുന്നത്. അത് പിന്നീട് 9 പിന്നെ പുനർനിർണയിച്ചു. ഇനി അദ്ദേഹത്തിന് മനസ്സിലായി കുറെ മൂലകങ്ങളും കൂടി ഇനിയും കണ്ടെത്താനായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു നേരത്തെ അവിടെ ഒരു 63ഓളം എലമെന്റ്സ് മാത്രമാണ് അന്നത്തെ കാലത്ത് അത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇനിയും മൂലകങ്ങൾ കണ്ടുപിടിക്കാനുണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു, അതിനു വേണ്ടി കുറച്ച് സ്ഥലമൊക്കെ ഒഴിച്ചിട്ടിട്ട് അവയുടെ ഗുണങ്ങൾ ഇങ്ങനെയൊക്കെ ആവാം എന്ന് പ്രവചിക്കുകയും ചെയ്തു. ഇതാണ് മെന്റലിയഫിന്റെ പീരിയോഡിക് ടേബിളിന്റെ മേന്മകൾ. 3 ആണ് മെയിൻ ആയിട്ട് പറയണത്. ഒരേ ഗുണമുള്ള മൂലകങ്ങളെയൊക്കെ എന്ത് ചെയ്തു, ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി വർഗീകരിച്ചു.
പിന്നെ അദ്ദേഹത്തിന് മനസ്സിലായി ചിലരുടെ ആറ്റോമിക മാസ് കണ്ടുപിടിച്ച് വെച്ചിരുന്നത് കറക്റ്റ് അല്ല. അപ്പോ അദ്ദേഹം എന്ത് ചെയ്തു, ആ തെറ്റായ സാധനങ്ങളെയൊക്കെ കണ്ടുപിടിച്ച് വെച്ചത് ശരിയാക്കി വെച്ചു. അതിനുള്ള ഒരു എക്സാമ്പിൾ ആണ് ബെറിലിയത്തിന്റെ ആറ്റോമിക മാസ് 14 നിന്ന് 9 ആക്കി പുനർനിർണയിച്ചു. പിന്നെ അദ്ദേഹത്തിന് മനസ്സിലായി ഇനിയും കുറച്ച് മൂലകങ്ങളൊക്കെ എന്തൊക്കെയോ കണ്ടുപിടിക്കാനുണ്ട്. അപ്പൊ അതിന് അദ്ദേഹം എന്ത് ചെയ്തു, അതിന് വേണ്ടി കുറച്ച് സ്ഥലമൊക്കെ ഒഴിച്ചിട്ടിട്ട് അവയുടെ ഗുണങ്ങളൊക്കെ പ്രവചിക്കുകയും ചെയ്തു. അതാണ് മെന്റലിയഫിന്റെ പീരിയോഡിക് ടേബിളിന്റെ കുറച്ച് മേന്മകൾ. ഇനി അദ്ദേഹത്തിന്റെ പീരിയോഡിക് ടേബിളിന് കുറച്ച് പരിമിതികളും ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ PSCക്ക് പഠിക്കുന്ന കുട്ടികളുടെ ക്ലാസ്സിൽ കൊണ്ടുപോയി വല്ല ഗേറ്റ് കോച്ചിങ്ങിനുള്ള പിള്ളേരെയൊക്കെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതേപോലെ ഗുണങ്ങളിൽ വളരെയധികം വ്യത്യാസമുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. അപ്പൊ അവര് തമ്മിൽ ഒരു ബന്ധവും ഇല്ല. അപ്പൊ അങ്ങനെയുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ കൊണ്ട് ഉൾപ്പെടുത്തി. അത് അദ്ദേഹത്തിന് ഒരു പോരായ്മയാണ്. ഈ സോഡിയം പൊട്ടാസ്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മൃദുലോഹങ്ങളാണ്. മൃദുലോഹങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെറ്റൽസ് തന്നെയാണ് അത്. പക്ഷെ നമുക്ക് നൈഫ് ഉപയോഗിച്ച് പോലും ഇത് കട്ട് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഇത് ഭയങ്കര റിയാക്റ്റീവ് ആയിട്ടുള്ള എലമെന്റ്സ് ആണ് കേട്ടോ. അപ്പൊ സോഡിയം പൊട്ടാസ്യം എന്ന് പറഞ്ഞാൽ മൃദുലോഹങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് നൈഫ് വരെ ഉപയോഗിച്ച് കട്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റൽസിന്റെ കൂടെ കൊണ്ടുപോയി കോപ്പർ, സിൽവർ പോലെയുള്ള മെറ്റൽസ് കൊണ്ട് ഉൾപ്പെടുത്തി. അപ്പൊ കോപ്പർ, സിൽവർ നിങ്ങൾക്ക് അറിയാലോ നല്ല കാഠിന്യമുള്ള മെറ്റൽസ് ആണ്. അപ്പൊ ഇവര് തമ്മിൽ ഏതെങ്കിലും രീതിയിൽ ബന്ധമുണ്ടോ? ഇല്ല. ഒരെണ്ണം സോഫ്റ്റ് മെറ്റൽസും ഒരെണ്ണം ഹാർഡ് മെറ്റൽസും ആണ്. അപ്പൊ അവരെ കൊണ്ടുപോയി ഒരേ ഗ്രൂപ്പിൽ കൊണ്ട് ഉൾപ്പെടുത്തി. ഒരു ബന്ധമില്ലാത്ത രണ്ടാൾക്കാരെ ഒരു ഗ്രൂപ്പിൽ കൊണ്ട് ഉൾപ്പെടുത്തി. അപ്പൊ അദ്ദേഹത്തിന്റെ അതൊരു പോരായ്മയായിരുന്നു. പിന്നെ ഹൈഡ്രജൻ എന്ന മൂലകം അതിന് എവിടെ കൊണ്ടുപോയി സ്ഥാനം കൊടുക്കണമെന്ന് അദ്ദേഹത്തിന് ഒരു പിടിയില്ലായിരുന്നു. ഈ പറഞ്ഞ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം അതെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു അതൊരു മൃദുലോഹങ്ങളാണ്. അതിന്റെ കൂടെ ഈ കൊണ്ടുപോയി ഹൈഡ്രജൻ ഒരു അലോഹാണെന്ന് നമുക്കറിയാം. അപ്പൊ അതിന് കൊണ്ടുപോയി സ്ഥാനം നൽകി. അപ്പൊ ഹൈഡ്രജൻ എവിടെയാ കൊണ്ട് പ്ലേസ് ചെയ്യണമെന്ന് അദ്ദേഹത്തിന് കൃത്യമായിട്ട് ഒരു ഉത്തരം ഉണ്ടായില്ല. അപ്പൊ അത് അദ്ദേഹത്തിന്റെ ഒരു പോരായ്മയായിരുന്നു. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ആറ്റോമിക് മാസിന്റെ ഇൻക്രീസിങ് ഓർഡർ എല്ലായിടത്തും പാലിക്കാൻ കഴിഞ്ഞില്ല. ഈ എക്സാമ്പിൾ ഒന്നും നോക്കണ്ട. ഓക്കെ, ഇത്രയാണ് ഇദ്ദേഹത്തിന്റെ പോരായ്മ. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു, 3 മേന്മകളാണ് മെന്റലിയഫിന്റെ ഗുണമായിട്ട് പറയണത്. ഒരേപോലത്തെ ഗുണമുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ കൊണ്ട് ഉൾപ്പെടുത്തി. പിന്നെ അദ്ദേഹത്തിന് മനസ്സിലായി ഇനിയും കുറെ മൂലകങ്ങൾ കണ്ടുപിടിക്കാനുണ്ട്. അപ്പൊ അതിനെ കൊണ്ടുപോയി അതിനു വേണ്ടി കുറച്ച് സ്ഥലമൊക്കെ ഒഴിച്ചിട്ടു. എന്നിട്ട് ഇനി കണ്ടുപിടിക്കാനുള്ള മൂലകങ്ങൾ ഉണ്ടെന്ന് പറയും. അവയുടെ ഗുണങ്ങളൊക്കെ പ്രവചിക്കുകയൊക്കെ ചെയ്തു അദ്ദേഹം. പിന്നെ ആറ്റോമിക മാസ് കണ്ടുപിടിച്ച് വെച്ചേക്കണത് അത്ര ശരിയല്ല എന്ന് ആൾക്ക് മനസ്സിലായി. എല്ലാത്തിന്റെയും ഒന്നും ശരിയായിട്ടുള്ളതല്ല എന്ന് മനസ്സിലായപ്പോൾ ആളത് കറക്റ്റ് ചെയ്തു. ആൾക്ക് പറ്റിയതൊക്കെ ആള് കറക്റ്റ് ചെയ്തു. അടുത്തത് അദ്ദേഹത്തിന്റെ പോരായ്മകൾ എന്ന് പറഞ്ഞത് വളരെ വ്യത്യാസമുള്ള ആൾക്കാരെ കൊണ്ടുപോയി ഒരേ ഗ്രൂപ്പിൽ കൊണ്ട് ഉൾപ്പെടുത്തി. അതേപോലെ ഹൈഡ്രജൻ എന്ന മൂലകത്തിന് കൃത്യമായിട്ടുള്ള സ്ഥാനം എവിടെയാ കൊണ്ടു വെക്കേണ്ടതെന്ന് അറിഞ്ഞില്ല. പിന്നെ ആറ്റോമിക മാസിന്റെ ഇൻക്രീസിങ് ഓർഡർ, ആരോഹണ ക്രമം എന്ന് പറഞ്ഞ ഇൻക്രീസിങ് ഓർഡർ ആണ് കേട്ടോ. അപ്പൊ ഇൻക്രീസിങ് ഓർഡർ എല്ലായിടത്തും കൃത്യമായിട്ട് പാലിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഓക്കെ, ഇനി അടുത്തതാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന പീരിയോഡിക് ടേബിൾ ആണ് മോഡേൺ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. മോഡേൺ പീരിയോഡിക് ടേബിളിന്റെ പിതാവാണ് മോസ്ലി. ഇങ്ങനെ പഠിക്കണേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോകും. ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ ചോദിച്ചു കഴിഞ്ഞാൽ മെന്റലിയഫ് ആണ്. മോഡേൺ പീരിയോഡിക് ടേബിളിന്റെ ചോദിച്ചു കഴിഞ്ഞാൽ മോസ്ലി ആണ്. M4 മോഡേൺ ട്ടാ. ഇവിടെയും ഒരു MOE ഉണ്ട്, ഇവിടെയും ഒരു MOE ഉണ്ട്. അത് കാരണം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പൊ മോഡേൺ പീരിയോഡിക് ടേബിൾ മോസ്ലി ട്ടാ. മോഡേൺ പീരിയോഡിക് ടേബിളിന്റെ പിതാവാണ് മോസ്ലി. ഇങ്ങനെ തന്നെ ചോദിക്കും. ആധുനിക പീരിയോഡിക് ടേബിളിന്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മോസ്ലി ആണ്. പീരിയോഡിക് ടേബിളിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ അത് മെന്റലിയഫ് ആണ് കേട്ടോ. ഇദ്ദേഹം എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ്റോമിക് നമ്പറിന്റെ ഇൻക്രീസിങ് ഓർഡറിലാണ് ഗ്രൂപ്പുകളില് ഈ പറഞ്ഞ പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കിയത്. ആറ്റോമിക് നമ്പറിന്റെ ഇൻക്രീസിങ് ഓർഡർ, നമ്മൾ പറഞ്ഞ ആറ്റോമിക് നമ്പറിന്റെ ഇൻക്രീസിങ് ഓർഡറിലാണ് മോസ്ലി പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കിയത്. അതിനെ നമ്മൾ മോഡേൺ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നു. അപ്പൊ ആധുനിക പീരിയോഡിക് ടേബിളിന്റെ പിതാവ് മോസ്ലിയും എന്നാൽ പീരിയോഡിക് ടേബിളിന്റെ പിതാവ് മെന്റലിയഫും ആണ്. അത് തെറ്റിക്കാണ്ട് പഠിക്കണേ. ഇതാണ് നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിൾ. പണ്ട് നമ്മൾ കെമിസ്ട്രിയുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇതാണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കണ മോഡേൺ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ,
ഇനി ഇതില് നോക്കിയേ 7 പീരീഡ് ആണുള്ളത്. 7 പീരീഡും 18 ഗ്രൂപ്പും ആണ് ഇതിലുള്ളത് കേട്ടോ. ഇവിടെ 1 2 3 4 5 6 18 ആയിട്ട് ഇട്ടുണ്ട്. അപ്പോ 7 പീരീഡും അതേപോലെ തന്നെ 18 ഗ്രൂപ്പും ആണ് മോഡേൺ പീരിയോഡിക് ടേബിളിലുള്ളത് കേട്ടോ. ഇനി ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഇതാണ് ഈ താഴേക്ക് ഇങ്ങനെയുള്ളതാണ് നമ്മുടെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് കേട്ടോ. താഴേക്കുള്ളത് ഗ്രൂപ്പ്, താഴേക്കുള്ളതാണ് ഈ താഴേക്ക്. ഇതിപ്പോ ഒന്നാമത്തെ ഗ്രൂപ്പ് ഈ താഴെയുള്ള ആൾക്കാർ, രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഈ താഴെയുള്ളവര്, 3 ഇത്, 4 ഇത്, 5 6 7 8 9 10 ഇങ്ങനെയാണ് 18 ഗ്രൂപ്പ്. താഴേക്കുള്ളത് ഗ്രൂപ്പും ഇങ്ങനെയുള്ളത് ഇങ്ങനെ നേരെയുള്ളത് പീരീഡ്. ഇത് പീരീഡ്, ഇത് പീരീഡ്, അത് പീരീഡ്. അപ്പൊ ഇങ്ങനെയുള്ളത് പീരീഡും ഇങ്ങനെ താഴേക്കുള്ളതാണ് ഗ്രൂപ്പും. അങ്ങനെ 18 ഗ്രൂപ്പും 7 പീരീഡും ആണ് ഉള്ളത് കേട്ടോ മോഡേൺ പീരിയോഡിക് ടേബിളിൽ ഉള്ളത്. ഓക്കെ, അപ്പൊ 7 പീരീഡ് ഉണ്ട്, 18 ഗ്രൂപ്പും ഉണ്ട്. ഇനി ഈ നമ്മള് പീരിയോഡിക് ടേബിളിന്റെ ഗ്രൂപ്പുകൾക്ക് കുറച്ച് പേരുണ്ട്. ഒന്നാമത്തെ ഗ്രൂപ്പുകാരെ നമ്മൾ പറയണ പേരാണ് ആൽക്കലി ലോഹങ്ങൾ. ഒന്നാമത്തെ ഗ്രൂപ്പുകാരെ നമ്മൾ പറയണ പേരാണ് ആൽക്കലി ലോഹങ്ങള്. രണ്ടാമത്തെ ഗ്രൂപ്പുകാരെ വിളിക്കണ പേര് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങള്. ആൽക്കലി ലോഹങ്ങള്, ആൽക്കലൈൻ എർത്ത് ലോഹങ്ങള്. പിന്നെ 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകാരാണ്. ഗ്രൂപ്പാണോ പീരീഡ് ആണോ ശ്രദ്ധിച്ചോളൂ. നമ്മൾ ഗ്രൂപ്പിന്റെ പേരാണ് പറയാറ് കേട്ടോ. പീരീഡിന്റെ പേര് 6th പീരീഡ് അങ്ങനെ കോമൺ ആയിട്ട് പറയാറുള്ളൂ. ഗ്രൂപ്പിന്റെ പേര് 6th പീരീഡ് 7th പീരീഡ് അത് മാത്രമേ നമ്മൾ പറയാറുള്ളൂ. അല്ലെങ്കിൽ ഗ്രൂപ്പിന്റെ പേര് വെച്ചിട്ടാണ് ഫാമിലീസിന്റെ നെയിമിങ് പറയാ. ഒന്നാമത്തെ ഗ്രൂപ്പിനെ നമ്മൾ പറയണ പേരാണ് ആൽക്കലി ലോഹങ്ങൾ. 2 ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ. 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകാരാണ് സംക്രമണ മൂലകങ്ങൾ അല്ലെങ്കിൽ ട്രാൻസിഷൻ എലമെന്റ്സ് എന്നൊക്കെ പറയുന്ന ഗ്രൂപ്പ്. 3 മുതൽ 12 വരെയുള്ളവരാണ്. 13 ബോറോൺ ഫാമിലി, 14 കാർബൺ, 15 നൈട്രജൻ, 16 ഓക്സിജൻ, 17 ഹാലോജൻ, 18 ഉത്കൃഷ്ടവാതകങ്ങൾ. നമ്മൾ ഇവിടെ 1 2 3 കൊടുത്തിട്ടില്ലേ. ഒന്നാമത്തെ ഗ്രൂപ്പ് ആൽക്കലി ലോഹങ്ങൾ, ഇത് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ. അങ്ങനെയാണ് ഈ പിന്നെ 3 മുതൽ 12 വരെ പറയുമ്പോൾ ഈ മൂന്നാമത്തെ ഗ്രൂപ്പ് തൊട്ട് 12ാമത്തെ ഗ്രൂപ്പ് വരെയുള്ളതിനെ നമ്മൾ പറയണതാണ് ട്രാൻസിഷൻ എലമെന്റ്സ് അല്ലെങ്കിൽ സംക്രമണ മൂലകങ്ങൾ. പിന്നെ ഇതിന്റെ പേര് പോലെ തന്നെ 13ാമത്തെ ഗ്രൂപ്പ് ബോറോൺ ഫാമിലി, 14ാമത്തെ ഗ്രൂപ്പുകാരെ മുഴുവൻ കാർബൺ ഫാമിലി എന്ന് പറയും, 15 ആണെങ്കിൽ നൈട്രജൻ ഫാമിലി എന്ന് പറയും, 16 മൊത്തം ഓക്സിജൻ ഫാമിലി എന്ന് പറയും, 17നെ നമ്മൾ ഹാലോജനുകൾ എന്നാണ് പറയാ, 18നെ നമ്മൾ ഉത്കൃഷ്ടവാതകങ്ങൾ, അലസവാതകങ്ങൾ, അതിന് ഇഷ്ടംപോലെ പേരുണ്ട്. നമ്മൾ തൽക്കാലം ഉത്കൃഷ്ടവാതകങ്ങൾ ഇപ്പൊ പഠിക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അന്ന് നമുക്ക് അടുത്തയിലേക്ക് പോകാം. ഇനി നമ്മൾ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാനാണ്. ഇപ്പൊ കുറച്ച് എലമെന്റ്സ് നമുക്ക് തരും. ഇപ്പൊ PSC ചോദിക്കാവുന്നതാണ്. ഇപ്പൊ പൊട്ടാസ്യം 19ാമത്തെ പൊട്ടാസ്യം ആറ്റോമിക് നമ്പർ 19 ആണെങ്കിൽ അതിന്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻ വരും. അല്ലെങ്കിൽ മഗ്നീഷ്യം ആറ്റോമിക് നമ്പർ തരും. മഗ്നീഷ്യം ആറ്റോമിക് നമ്പർ 12 ആണ്, എന്നാൽ അതിന്റെ ഗ്രൂപ്പ് കണ്ടുപിടിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഗ്രൂപ്പ് എങ്ങനെ കണ്ടുപിടിക്കണം എന്ന് നമുക്കറിയണം. അതേപോലെ പീരീഡ് കണ്ടുപിടിക്കാനും ക്വസ്റ്റ്യൻ വരും. അപ്പോ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കേണ്ടതാണ്. ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകങ്ങളുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസ് തുല്യമായിരിക്കും. അതായത് ഇപ്പൊ നമ്മളിത് പറഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ പറയാം.
1, 2 ഗ്രൂപ്പ് മൂലകങ്ങളുടെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം അതിന്റെ ഗ്രൂപ്പ് നമ്പറിനോട് തുല്യമായിരിക്കും. ഇത് 1, 2 ഗ്രൂപ്പ് മൂലകങ്ങൾക്ക് മാത്രം ബാധകമാണ് കേട്ടോ. 1, 2 ഗ്രൂപ്പ് മൂലകങ്ങളുടെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എന്തിനു തുല്യമായിരിക്കും? ഗ്രൂപ്പ് നമ്പറിന് തുല്യമായിരിക്കും. ഇപ്പൊ ഇവിടെ നോക്കിയേ, ഹൈഡ്രജന്റെ ആറ്റോമിക് നമ്പർ 1 ആണ്. അപ്പൊ നമ്മൾ ഇന്നലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പഠിച്ചു. ഹൈഡ്രജന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1 ആണ്. സോഡിയത്തിന്റെ ആറ്റോമിക് നമ്പർ 11 ആണ്. നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ ഇന്നലെ പഠിച്ചതാണ്. ആദ്യത്തെ 2 ഇലക്ട്രോൺ കെ ഷെല്ലിലേക്ക് പോകും. കെയിലാണെങ്കിൽ ആകെ 2 ഇലക്ട്രോണേ പാടുള്ളൂ. അടുത്തത് എൽ ഷെല്ലിലേക്ക് 8 ഇലക്ട്രോൺ ഫില്ല് ചെയ്യും. എല്ലിൽ ആകെ 8 ഇലക്ട്രോൺസ് ആണ് പറ്റുള്ളൂ. ലാസ്റ്റ് 1 ഇലക്ട്രോൺ അടുത്ത ഷെല്ലിലേക്ക് പോകും. അപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 281. പൊട്ടാസ്യത്തിന് ഇന്നലെ നമ്മൾ പറഞ്ഞതാണ് 2881. ബെറിലിയം ആണെങ്കിൽ 22. മഗ്നീഷ്യം ആണെങ്കിൽ 282. എല്ലാവർക്കും എഴുതാൻ അറിയുമെന്ന് വിചാരിക്കുന്നു. കാൽസ്യം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2882. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺ 1, 2 ഗ്രൂപ്പുകാർക്ക് അവരുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിന്റെ എണ്ണം ആയിരിക്കും ഗ്രൂപ്പ് നമ്പർ. ഇവിടെ നോക്കിയാൽ ഹൈഡ്രജന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിന്റെ എണ്ണം 1 ആണ്. അപ്പൊ ഗ്രൂപ്പ് നമ്പർ 1 ആണ്. നോക്കിയേ, ഇവിടെ സോഡിയത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിന്റെ എണ്ണം 1 ആണ്. അപ്പൊ ഗ്രൂപ്പ് നമ്പർ 1 ആണ്. ഇവിടെ പൊട്ടാസ്യം ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിന്റെ എണ്ണം 1 ആണ്. അപ്പൊ ഗ്രൂപ്പ് നമ്പർ 1 ആണ്. നോക്കിയേ, ഈ ഒന്നാമത്തെ ഗ്രൂപ്പ് എലമെന്റ്സിന് മുഴുവൻ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിന്റെ എണ്ണം എന്തായിരിക്കും? 1 ആണ് അല്ലെ. ഹൈഡ്രജന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺ 1 ആണ്. സോഡിയത്തിലെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺ 1 ആണ്. പൊട്ടാസ്യത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺ 1 ആണ്. അപ്പൊ ഇവരുടെയൊക്കെ ഗ്രൂപ്പ് എന്താ? ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺ 1 വന്നാൽ നമുക്ക് ഉറപ്പിക്കാം ഗ്രൂപ്പ് നമ്പർ 1 ആണ്. ഇവിടെ നോക്കിയേ, ബെറിലിയത്തിന്റെ 2, 2 ആണ്. മഗ്നീഷ്യം 282 ആണ്. ഇവിടെ 2882. നോക്കിയേ, അവസാനത്തെ ഇലക്ട്രോൺസ് ഇതിലൊക്കെ 2 ആണ് വന്നത്. അപ്പൊ ഗ്രൂപ്പ് നമ്പർ 2 ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ അവസാനത്തെ ഇലക്ട്രോൺ 2 വന്നാൽ നമുക്ക് ഉറപ്പിക്കാം എന്ത് വരും? ഗ്രൂപ്പ് നമ്പർ 2 വരും. ഓക്കെ, നമ്മൾ ഇവിടെ നോക്കിയേ, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ദേ ബെറിലിയത്തിന്റെ കേസ് പറഞ്ഞു. ഗ്രൂപ്പ് നമ്പർ 2 തന്നെ പെട്ടതല്ലേ ബെറിലിയവും മഗ്നീഷ്യവും കാൽസ്യം ഒക്കെ. നമ്മൾ ഈ ഗ്രൂപ്പിന്റെ കാര്യം പറഞ്ഞു. ഹൈഡ്രജൻ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, ഇതിന്റെയൊക്കെ നമ്മൾ നേരത്തെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി കഴിഞ്ഞപ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോൺ 1 വന്നു. അപ്പൊ അവരുടെ ഗ്രൂപ്പ് നമ്പർ 1 ആണ്. ഓക്കെ, ഇത് ക്ലിയർ ആയോ? ഓക്കെ, നിങ്ങൾ ഒരു കാര്യം ചെയ്യ്, നോട്ട്ബുക്ക് ഒന്ന് എടുക്കുക. ഞാൻ 2 ആറ്റോമിക് നമ്പർ പറയും. നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത് തന്നെയാണ്. നിങ്ങൾ എന്നിട്ട് ഒന്ന് ജസ്റ്റ് എഴുതി നോക്കുക. എന്നിട്ട് ഗ്രൂപ്പ് നമ്പർ കിട്ടുന്നുണ്ടോ എന്നൊന്ന് നോക്കുക. കാര്യം സിമ്പിൾ ആണ്. നമ്മൾ ഈ കെമിസ്ട്രിയുടെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ എഴുതി മറന്നു. അതാണ് പ്രശ്നം. ഓക്കെ, അപ്പൊ എഴുതിക്കോ. കാൽസ്യം ആറ്റോമിക് നമ്പർ 20 ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുക. അതേപോലെ സോഡിയം ആറ്റോമിക് നമ്പർ 11 ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാം. ഒന്നും കൂടി പറയണോ? കാൽസ്യത്തിന്റെ ആറ്റോമിക് നമ്പർ 20 ആണ്. അപ്പൊ ഗ്രൂപ്പ് നമ്പർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആദ്യം എഴുതി നോക്കുക. ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിന്റെ എണ്ണം ഗ്രൂപ്പ് നമ്പറും സെയിം ആയിരിക്കും 1, 2 ഗ്രൂപ്പുകാർക്ക്. റിപ്ലൈ ഇട്ടോട്ടാ ചാറ്റില്, ആൻസർ പറഞ്ഞു. കാൽസ്യം നമ്മൾ CA വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും കിട്ടിയെന്ന് തോന്നുന്നു അല്ലെ. സോഡിയത്തിന്റെ ഗ്രൂപ്പ് നമ്പർ ആണെങ്കിൽ 1ഉം കാൽസ്യത്തിന്റെ ഗ്രൂപ്പ് നമ്പർ 2. ഓക്കെ, ക്ലിയർ ആയെന്നോണു. ഇനി നമ്മൾ കുറച്ചും കൂടി കഴിയുമ്പോൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒക്കെ വെച്ചിട്ട് ഗ്രൂപ്പ് നമ്പർ ഒക്കെ കണ്ടുപിടിക്കാൻ പഠിക്കും.
ചില ക്വസ്റ്റ്യൻസ് ഇങ്ങനെയും തരാം, ആറ്റോമിക് നമ്പർ തന്നിട്ട് ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാനൊക്കെ പറഞ്ഞു തരാം. ക്വസ്റ്റ്യൻ പല രീതിക്ക് ചോദിക്കാം. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ചിട്ട് ഇതൊക്കെ ചെയ്യാം. നമ്മളത് പഠിക്കാത്തതുകൊണ്ട് ഞാനിപ്പോ ഇത് തന്നെ പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകാരുടെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാനുള്ളതാണ്. 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകാർക്ക് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിന്റെ കൂടെ 10 കൂട്ടി കഴിഞ്ഞാൽ ഗ്രൂപ്പ് നമ്പർ കിട്ടും. ഓക്കെ, ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിന്റെ ഒപ്പം 10 കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ഇലക്ട്രോൺ കിട്ടും. ഇതിപ്പോ ബോറോണിന്റെ ആണ് കൊടുത്തതാണ്. ബോറോണിന്റെ ആറ്റോമിക് നമ്പർ 5 ആണ്. അപ്പൊ ഇവിടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിട്ടുണ്ട് 2, 3 എന്ന്. ഓക്കെ, അപ്പൊ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺ 3 ആണ്. അപ്പോ ഗ്രൂപ്പ് നമ്പർ കിട്ടാനായിട്ട് 3 + 10 ചെയ്യുക. അപ്പൊ 13ാമത്തെ നമ്പർ കിട്ടും, 13 കിട്ടും. 4 ഇവിടെ കാർബണിന്റെ 6 ആണ് ആറ്റോമിക് നമ്പർ, 2, 4. അപ്പൊ 4ന്റെ കൂടെ 10 കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ 14 കിട്ടും. ഇവിടെ നൈട്രജന്റെ 7 ആണ് ആറ്റോമിക് നമ്പർ, 2, 5 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഔട്ടർ മോസ്റ്റ് ഷെല്ലിന്റെ ഒപ്പം 10 കൂട്ടി കഴിഞ്ഞാൽ 15 കിട്ടും. ഇവിടെ ഓക്സിജന്റെ 16ാമത്തെ ഗ്രൂപ്പാണ്. അപ്പൊ 2, 6 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നു. 6ന്റെ കൂടെ 10 കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ 16 കിട്ടും. ഇവിടെ ഫ്ലൂറിൻ 9 ആണ്, 2, 7 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. 7ന്റെ കൂടെ 10 കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ 17 കിട്ടും. ഇവിടെ അടുത്തത് നമ്മുടെ ഇനേർട്ട് ഗ്യാസിന്റെ ഒരെണ്ണാണ്, 10 അല്ല, നിയോൺ. ഓക്കെ, നിയോൺ 10 ആണ്. അപ്പൊ 2, 8 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോ 8ന്റെ കൂടെ 10 കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ 18ാമത്തെ ഗ്രൂപ്പ് ആണെന്ന് മനസ്സിലായി. ഓക്കെ, ഇനി ഇതിന്റെ ഇടയിലെ 3 മുതൽ 12 വരെയുള്ളവരെയൊക്കെ കണ്ടുപിടിക്കേണ്ടതെന്ന് നിങ്ങൾ ചോദിക്കും. ഇത് ബേസ് ആണ്. നമ്മൾ ഇനി ബാക്കിയുള്ളതിന്റെ ഒക്കെ കണ്ടുപിടിക്കാനൊക്കെ പഠിക്കൂ കേട്ടോ. ഓക്കെ, ഇത് ക്ലിയർ ആയോ? ഓക്കെ, ഇനി നമുക്ക് പീരീഡ് നമ്പർ കണ്ടുപിടിക്കണം. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. 1ഉം 2ഉം ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വന്നു കഴിഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോൺ 1 വന്നാൽ ഗ്രൂപ്പ് 1 ആണെന്ന് മനസ്സിലായി. ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺ 2 വന്നു കഴിഞ്ഞാൽ ഗ്രൂപ്പ് 2 ആണെന്ന് മനസ്സിലായി. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോൺ 13 to 18 ഗ്രൂപ്പുകാരുടെ ആണെന്നുണ്ടെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിന്റെ ഒപ്പം 10 കൂട്ടി കഴിഞ്ഞാൽ ഗ്രൂപ്പ് നമ്പർ കിട്ടുമെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, അടുത്തതാണ് പീരീഡ് നമ്പർ. പീരീഡ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഇങ്ങനെ വരച്ചത് നോക്കണ്ട, സ്ട്രൈറ്റ് ആയില്ല. ഇങ്ങനെയുള്ളത് പീരീഡും ഇങ്ങനെയുള്ളത് ഗ്രൂപ്പും ആണ് നമ്മൾ പഠിച്ചു. അപ്പൊ പീരീഡ് നമ്പർ കാണാനാണ് ഇനി നമ്മൾ പഠിക്കണത്. ഒരു മൂലകത്തിൽ എത്ര നമ്പർ ഷെല്ലുണ്ടോ ആ നമ്പർ ആയിരിക്കും പീരീഡ് നമ്പർ. നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുണ്ടായി ഷെല്ല് കാണാൻ, KLMN ഷെല്ലുകൾ ഉണ്ട്. അപ്പോ എത്ര ഷെല്ലുണ്ടോ, എത്ര ഷെല്ലാണോ ഉള്ളത് അതായിരിക്കും എന്റെ പീരീഡ് നമ്പർ. ഇവിടെ നോക്കിയേ, സോഡിയത്തിന്റെ അടുത്ത് വെച്ചാണ്ട് സോഡിയം ആറ്റോമിക് നമ്പർ 11 ആണ്. നോക്കിയേ, ഇതാണ് ഈ പറയണ 3ാമത്തെ പീരീഡ് ആണ് ഇത്, അല്ലെ? 1, 2, 3 3ാമത്തെ പീരീഡ് ആണ് ഇത്. സോഡിയത്തിന്റെ ആണ് ഈ പറയണത്. ഈ പീരീഡ് കണ്ടുപിടിക്കാനാണ്. ഗ്രൂപ്പ് നമ്മൾ നേരത്തെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിട്ട് നമ്മൾ കണ്ടുപിടിച്ചു 1ാമത്തെ ഗ്രൂപ്പാണ് ഇത്. നമ്മൾ 1 കണ്ടുപിടിച്ചു. ഇനി പീരീഡ്, ഇതാണ് പീരീഡ്, ഇതിങ്ങനെയുള്ളത്. അപ്പൊ ഇത് എത്രാമത്തെ പീരീഡ് ആണെന്ന് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഇനി പറയണത് കേട്ടോ. ഓക്കെ, അപ്പോ നമ്മൾ പീരീഡ് കണ്ടുപിടിക്കാൻ ഇപ്പൊ സോഡിയത്തിന്റെ ആറ്റോമിക് നമ്പർ നമ്മൾ 11 ആണെന്ന് അറിയാം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം 2, 8, 1. അപ്പൊ നമുക്കറിയാം ആകെ എത്ര ഷെല്ലുണ്ട്? 3 ഷെല്ല്. ഇത് KLM അങ്ങനെ 3 ഷെല്ലാണ് സോഡിയത്തിനുള്ളത്. അപ്പൊ ഷെല്ലുകളുടെ എണ്ണം നമുക്ക് കിട്ടി. അതെന്തിനോട് ഈക്വൽ ആയിരിക്കും? പീരീഡ് നമ്പറിനോട് ഈക്വൽ ആയിരിക്കും, അല്ലെ? അപ്പൊ ഒരു മൂലകത്തിലെ നമ്പർ ഓഫ് ഷെല്ലിനോട് എന്ത് ഈക്വൽ ആയിരിക്കും? പീരീഡ് നമ്പർ ഈക്വൽ ആയിരിക്കും. ഇവിടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കുക, നമ്മൾ 2, 8, 1 എന്ന് കിട്ടും സോഡിയത്തിന്റെ. അപ്പോ 3 ഷെല്ലാണെന്ന് നമുക്ക് മനസ്സിലായി. ആ 3 ഷെല്ലായിരിക്കും, 3 എന്നുള്ള നമ്പർ ആയിരിക്കും അതിന്റെ പീരീഡ് നമ്പർ. ഇനി അടുത്ത ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. കാൽസ്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ 20 ആണ് അറ്റോമിക് നമ്പർ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം 2, 8, 8, 2 എന്ന് കിട്ടി. ആകെ 4 ഷെല്ല്.
ആ 4 എന്നുള്ള നമ്പർ ആയിരിക്കും അതിന്റെ പീരിയഡ് നമ്പർ. ഇവിടെ ഗാലിയം അയഡിനും ഒക്കെ എഴുതിയിട്ടുണ്ട്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കാം. ഇത്ര വലിയ എലമെന്റിന്റെ ഒന്നും നിങ്ങളോട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനായിട്ട് വരില്ല എന്തായാലും. ഇന്ന് ഞാനൊരു എക്സാമ്പിൾ 5ാമത്തെ പീരീഡ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തുന്നുള്ളൂ. അയഡിന്റെ നോക്കിയേ 5 ഷെല്ലുകൾ ഉണ്ട്. അപ്പൊ പീരീഡ് നമ്പർ 5. ഇവിടെ ഗാലിയത്തിന്റെ കേസിലാണെങ്കിൽ 4 പീരീഡ് ഉണ്ട്. അപ്പൊ ഷെൽ നമ്പർ അപ്പൊ പീരീഡ് നമ്പർ 4. ക്ലിയർ ആയോ? ഇനി നിങ്ങൾക്ക് ഞാനൊരു ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു പൊട്ടാസ്യത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിട്ട് അതിന്റെ പീരീഡ് നമ്പർ ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയേ. പൊട്ടാസ്യത്തിന്റെ ആറ്റോമിക് നമ്പർ 19 ആണ്. അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാ, എന്നിട്ട് പീരീഡ് നമ്പർ ഒന്ന് പറഞ്ഞേ. ഓക്കെ, എല്ലാവർക്കും കിട്ടിയെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ ഓക്കെ, ക്ലിയർ ആയെന്ന് തോന്നുന്നു. ഇനി അടുത്തതാണ് നമ്മുടെ ഈ ഇപ്പൊ പറഞ്ഞ ഗ്രൂപ്പുകളെ പറ്റിയൊക്കെ നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മൾ ഇനി പഠിക്കാൻ പോവുക കേട്ടോ. അപ്പൊ 1, 2 ഗ്രൂപ്പുകൾ. ഇനി നമ്മൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കഴിയുമ്പോൾ ബ്ലോക്കുകളൊക്കെ പഠിക്കും. എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, എഫ് ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞ് പഠിക്കും. ഇപ്പൊ നമ്മൾ ഈ ഗ്രൂപ്പുകാരുടെ കുറച്ച് പ്രത്യേകതകൾ അതാണ് പഠിക്കാൻ പോണത് കേട്ടോ. ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്നതാണ് പ്രാതിനിധ്യ മൂലകങ്ങൾ എന്ന് പറഞ്ഞൊരു മൂലകങ്ങൾ. പ്രാതിനിധ്യ മൂലകങ്ങൾ അല്ലെങ്കിൽ റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ് എന്ന് പറഞ്ഞ റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ് എന്നാണ് അതിനെ പറയാം. അതായത് പീരിയോഡിക് ടേബിളിലെ 1, 2 ഗ്രൂപ്പുകാരും 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകാരെ ഇവര് ഒരുമിച്ച് പറയണ പേരാണ് റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ് എന്ന് പറയണത് കേട്ടോ. ഓക്കെ, ഈ പറഞ്ഞ 1, 2 ഈ 1, 2 ഗ്രൂപ്പുകാര്, അതേപോലെ തന്നെ ഈ 13 മുതൽ 18 വരെയുള്ള ഈ ഗ്രൂപ്പുകാരെ ഇവരെ ഒരുമിച്ച് പറയണ പേരാണ് എന്ത്? റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ് അല്ലെങ്കിൽ പ്രാതിനിധ്യ മൂലകങ്ങൾ എന്ന് പറയുന്നത്. പീരിയോഡിക് ടേബിളിലെ 1, 2 ഗ്രൂപ്പുകളും 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകാരെയും ഒരുമിച്ച് പറയണ പേരാണ് പ്രാതിനിധ്യ മൂലകങ്ങൾ അല്ലെങ്കിൽ റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ്. ഇപ്പൊ അതില് ലോഹങ്ങൾ, അലോഹങ്ങൾ, ഉപലോഹങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പാണ്. ഓക്കെ, ഇപ്പൊ അതില് ലോഹം എന്ന് പറഞ്ഞ വാതകമാണോ? ലോഹം എന്ന് പറഞ്ഞ മെറ്റല്. അല്ല, ഇപ്പൊ ഗോൾഡ്. അലോഹം എന്ന് പറഞ്ഞ വാതകം. അലോഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ മെറ്റല്. അതായത് ഇപ്പൊ ഹൈഡ്രജൻ ഒരു അലോഹാണെന്നൊക്കെ പറയാം. അതായത് ലോഹം അല്ലാത്തതിനെയാണ് നമ്മൾ അലോഹം എന്ന് പറയണത്. ഹൈഡ്രജൻ ഒരു വാതകമാണല്ലോ. വാതകമാണ്. അപ്പൊ നമുക്കതൊരു അലോഹമാണെന്ന് പറയാലോ. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു പിന്നെ ഉപലോഹങ്ങള്. ഉപലോഹങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റലോയിഡ്സ് എന്നാണ് അതിനെ പറയാ കേട്ടോ. മെറ്റലോയിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റൽസിന്റെ പ്രോപ്പർട്ടിയും നോൺ മെറ്റലിന്റെ പ്രോപ്പർട്ടിയും ഒരുപോലെ കാണിക്കണതിന് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ പറയണ പേരാണ് ഉപലോഹങ്ങൾ എന്ന് പറയണത് കേട്ടോ. ലോഹങ്ങൾ എന്ന് പറഞ്ഞാൽ മെറ്റൽസ്, അലോഹം എന്ന് പറഞ്ഞാൽ നോൺ മെറ്റൽസ്. ഉപലോഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് മെറ്റലോയിഡ്സ് എന്നാണ് കേട്ടോ. അപ്പൊ അതിന് മെറ്റൽസിന്റെ പ്രോപ്പർട്ടിയും കാണിക്കും, അത് നോൺ മെറ്റൽസിന്റെ പ്രോപ്പർട്ടിയും കാണിക്കും. അതിന് എക്സാമ്പിൾ ആണ് നമ്മുടെ സിലിക്ക, ജർമേനിയം, ആർസനിക്, ആന്റിമണി അങ്ങനെയൊക്കെ പറഞ്ഞ സിലിക്കൺ ജർമേനിയം ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മറ്റേ സെമി കണ്ടക്ടറിലൊക്കെ ഉപയോഗിക്കുന്ന സാധനം. അപ്പൊ അതൊക്കെ മെറ്റലോയിഡ്സിൽ പെടുന്ന സാധനങ്ങളാണ്. ഓക്കെ, അപ്പൊ ലോഹങ്ങളും അലോഹങ്ങളും ഉപലോഹങ്ങളൊക്കെ കാണപ്പെടുന്ന ഒരു ഗ്രൂപ്പുകാരാണ് ഈ പറഞ്ഞ റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ് എന്ന് പറയുന്നത്. 1, 2 ഗ്രൂപ്പുകാരും 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകാരെയും ഒരുമിച്ച് പറയുന്ന പേരാണ് റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഇവിടെ മെറ്റൽസും ഉണ്ട്, നോൺ മെറ്റൽസും ഉണ്ട്, അതേപോലെ മെറ്റലോയിഡ്സും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും ഒക്കെ സ്വഭാവം പ്രകടിപ്പിക്കുന്ന, പൊതു സ്വഭാവം പ്രകടിപ്പിക്കുന്ന മൂലകങ്ങളെ ഒരുമിച്ച് പറയണ പേരാണ്
പ്രാതിനിധ്യ മൂലകങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ അതിൽ ഖരത്തിലുള്ള വസ്തുക്കൾ ഉണ്ടാവാം, ദ്രാവകത്തിലുള്ള വസ്തുക്കൾ ഉണ്ടാവാം, വാതകത്തിലുള്ള അവസ്ഥയിലുള്ള വസ്തുക്കളും ഉണ്ട്. ഖരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളിഡ്. ഇപ്പൊ 1-2 ഗ്രൂപ്പിലൊക്കെ പറയണതാണല്ലോ ഈ പറഞ്ഞ എന്താ പറയാ, ഇപ്പൊ ഹൈഡ്രജൻ അതൊരു വാതകമാണ്, ഗ്യാസ് ആണ് അല്ലെ. പിന്നെ ഈ പറഞ്ഞ ഖരം എന്ന് പറയുമ്പോൾ സോളിഡ് സബ്സ്റ്റൻസ് ആണ്. അതിലിപ്പോ പൊട്ടാസ്യം എന്നൊക്കെ നമ്മൾ പറയണത്, സോഡിയം എന്നൊക്കെ പറയണത് സോഫ്റ്റ് മെറ്റലാന്ന് പറഞ്ഞു. അപ്പൊ ഖരാവസ്ഥയിലുള്ള സാധനങ്ങൾ ഉണ്ടാവാം, ദ്രാവകാവസ്ഥയിലുള്ളത് ഉണ്ടാവാം, വാതകാവസ്ഥയിലുള്ളത് ഉണ്ടാവാം. ഇതൊക്കെ ഉള്ള മൂലകങ്ങളാണ് ഈ പറഞ്ഞ പ്രാതിനിധ്യ മൂലകങ്ങൾ. ഇതൊക്കെ അതിലുണ്ടാവും, ഖരം, ദ്രാവകം, വാതകം. പിന്നെ ബാഹ്യതമ ഷെല്ലിൽ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണുകൾ 1 മുതൽ 8 വരെയുള്ള ഇലക്ട്രോണുകളായിരിക്കും അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഉണ്ടാവും. ഇപ്പൊ നേരത്തെ നമ്മൾ 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകാരുടെ എഴുതി കഴിഞ്ഞപ്പം ഇവിടെ കണ്ടില്ലേ, ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺ നോക്കിയേ 3, 4, 5, 6, 7, 8. പിന്നെ നമ്മൾ നേരത്തെ എഴുതിയായിരുന്നു 1-2 ഗ്രൂപ്പുകാർക്ക് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺ 1ഉം 2ഉം ആണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺ 1ഉം 2ഉം ഒക്കെ ആയിരിക്കും ഏത് 1-2 ഗ്രൂപ്പുകാർക്ക്. അപ്പോ അതാണ് പ്രാതിനിധ്യ മൂലകങ്ങൾ എന്ന് പറയുന്നത്. ബാഹ്യതമ ഷെല്ലിൽ 1 മുതൽ 8 വരെ ഇലക്ട്രോണുകൾ അടങ്ങിയവയാണ് പ്രാതിനിധ്യ മൂലകങ്ങൾ. ക്ലിയർ ആയോ? കിട്ടിയോ? ആരൊന്നും പറയണില്ലല്ലോ. കിട്ടിയില്ലേ? ഓക്കെ. അപ്പൊ പ്രാതിനിധ്യ മൂലകങ്ങളെ നമ്മൾ 1-2 ഗ്രൂപ്പുകാര്, അതേപോലെ 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകാരെ ഒരുമിച്ച് പറയണ പേര് പ്രാതിനിധ്യ മൂലകങ്ങൾ. അതില് സോളിഡിലുള്ള സാധനങ്ങൾ ഉണ്ടാവാം, ലിക്വിഡിലുള്ളത്, ഗ്യാസിൽ ഫോമിലുള്ള സാധനങ്ങൾ ഉണ്ടാവും, മെറ്റൽസ് ഉണ്ടാവാം, നോൺ മെറ്റൽസ് ഉണ്ടാവും, മെറ്റലോയിഡ്സ് ഉണ്ടാവും. ഓക്കെ, ക്ലിയർ അല്ല? പിന്നെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 മുതൽ 8 വരെ ആയിരിക്കും. ക്ലിയർ അല്ലേ? സ്പീഡ് കൂടുന്നുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ ഓക്കെ. ഇനി അടുത്തതാണ് ഉത്കൃഷ്ടവാതകങ്ങൾ. ഈ ഉത്കൃഷ്ടവാതകങ്ങൾക്ക് കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട്. ഉത്കൃഷ്ടവാതകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 18ാമത്തെ ഗ്രൂപ്പുകാരാണ് ഈ പറഞ്ഞ ഉത്കൃഷ്ടവാതകങ്ങൾ എന്ന് പറയുന്നത്. ഈ ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൺ, സെനോൺ, റെഡോൺ, ഓഗ്നസോൺ, ഇത് ഈ പറഞ്ഞ ഗ്രൂപ്പുകാർ 18ാമത്തെ ഗ്രൂപ്പുകാരാണ് ഈ പറഞ്ഞ ഇവരാണ് ഈ ഉത്കൃഷ്ടവാതകങ്ങൾ, നോബിൾ ഗ്യാസ്, റയർ ഗ്യാസ്, അതായത് നമ്മുടെ അപൂർവ വാതകങ്ങൾ എന്നൊക്കെ അറിയപ്പെടുന്ന ആൾക്കാർ ഇവരായിരിക്കും. ഇവരുടെ നിങ്ങൾ ഞാൻ പറയണതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് ബുക്കിൽ എഴുതി നോക്കുക കേട്ടോ. ഹീലിയ എഴുതണ്ട, ഹീലിയ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഹീലിയത്തിന്റെ 2 ആണ്, അത് സ്റ്റേബിൾ കണ്ടീഷൻ ആണ്, അതുകൊണ്ടാണ് അത് അവിടെ കൊണ്ടിട്ടേക്കണത്. അടുത്തത് നിയോന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾ ഒന്ന് എഴുതി നോക്കുക. 10 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് എഴുതണേ. നിയോന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് എഴുതി നോക്കുക. ഓക്കെ, 2, 8 കുറെ പേർക്ക് കിട്ടി. ഇനി ആർഗന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് എഴുതി നോക്കിയേ. ആർഗൺ 18, ആർഗന്റെ 18 ആണ് അതിന്റെ ആറ്റോമിക് നമ്പർ. ഒന്ന് എഴുതി നോക്കിയേ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി. ഒരാളെ ഇതിൽ 2 മിസ്സിംഗ് ആയി പോയല്ലോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഈ പറഞ്ഞ 18ാമത്തെ ഗ്രൂപ്പുകാരുടെ ഒക്കെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാസ്റ്റ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോണിന്റെ എണ്ണം 8 തന്നെയേ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോ ഇവര് ഒക്ടറ്റ് കണ്ടീഷനാണ്, അതായത് സ്റ്റേബിൾ കണ്ടീഷനാണ് ഇത്. ഇവരൊട്ട് ആർക്കൊട്ട് അങ്ങോട്ടും കൊടുക്കില്ല. നമ്മൾ ഇലക്ട്രോൺ ഷെയറിങ്ങിന്റെ കാര്യമൊക്കെ പറഞ്ഞു. ഓക്കെ, ഫോർ എക്സാമ്പിള് സോഡിയം ക്ലോറൈഡ് NaCl നിങ്ങൾ കേട്ടല്ലേ, നമ്മുടെ ഉപ്പിന്റെ രാസനാമമാണ് സോഡിയം ക്ലോറൈഡ്. സോഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതുമ്പോൾ 281 എന്നാണ് അറിയാം.
സോഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ പറഞ്ഞു 281 ആണെന്ന്. സത്യം പറഞ്ഞാൽ ഈ സോഡിയത്തിന് ഈ കയ്യിലിരിക്കുന്ന ലാസ്റ്റ് ഒന്നെന്ന് പറഞ്ഞ നമ്പർ ഇല്ലേ, ഒന്നെന്ന് പറഞ്ഞ ഇലക്ട്രോൺ, ഈ ഒരു ഇലക്ട്രോൺ സത്യം പറഞ്ഞാൽ ഇത് കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഇവർക്ക് സ്റ്റേബിൾ കണ്ടീഷൻ ആയി. പക്ഷെ അതേപോലെ തന്നെ ഇപ്പൊ ക്ലോറിന്റെ ആറ്റോമിക് നമ്പർ 17 ആണ്. അപ്പൊ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ നിങ്ങൾ ക്ലോറിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് എഴുതി നോക്കിയേ, എന്നിട്ട് കമന്റ് ചെയ്തേ. ക്ലോറിൻ 17 ആറ്റോമിക് നമ്പർ ഒന്ന് എഴുതി നോക്കിയേ. ക്ലോറിൻ 28 ഓക്കെ. അപ്പൊ 287 ആണ്. ഓക്കെ, അപ്പൊ നോക്കിയേ, ഈ ക്ലോറിനെ സംബന്ധിച്ച് ഒരു ഇലക്ട്രോണും കൂടി കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് സ്റ്റേബിൾ ആവുള്ളൂ. അതായത് അവസാനത്തെ ഇലക്ട്രോൺ 8 വരുള്ളൂ. ഓക്കെ ഓക്കെ, അപ്പൊ ക്ലോറിനെ സംബന്ധിച്ച് ഇനി ഒരു ഇലക്ട്രോണും കൂടി കിട്ടിയാലാണ് അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ വരുള്ളൂ. സോഡിയത്തിനെ സംബന്ധിച്ചാണ് ഈ കയ്യിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പോയാലാണ് അതിന് സ്റ്റേബിൾ കണ്ടീഷൻ വരുള്ളൂ. അപ്പൊ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരാള് ക്ലോറിൻ ഒരു ഇലക്ട്രോണെ, സോഡിയത്തിന്റെ ഒരു ഇലക്ട്രോണെ സ്വീകരിക്കും. ക്ലോറിൻ ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ, അത് സ്ലൈഡ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ക്ലിയർ ആവട്ടെ നിങ്ങൾക്ക്. ഈ സോഡിയം ക്ലോറൈഡ് ഫോം ചെയ്യുമ്പോൾ സോഡിയം എന്ത് ചെയ്യും, ഈ ആവശ്യമില്ലാത്ത ഒരു ഇലക്ട്രോണെ ആ പാവം ക്ലോറിന് അങ്ങോട്ട് കൊടുക്കും. ക്ലോറിന് സന്തോഷമായി, കാര്യം ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ അതിനാകെ 287 7 ഇലക്ട്രോൺ ഉള്ളൂ. ഈ പറഞ്ഞ ഒരു ഇലക്ട്രോൺ അങ്ങോട്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിനും സന്തോഷമായി. അപ്പൊ അത് ഇങ്ങനെയുള്ള ബോണ്ടുകൾ നമ്മൾ ഇനി പറയും, അയോണിക് ബോണ്ടും കോവലന്റ് ബോണ്ട് എന്നൊക്കെയാണ് അതിനെ പറയുക. സഹസംയോജക ബന്ധനോ അയോണിക ബന്ധനം എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ മനസ്സിലായില്ലേ, അങ്ങനെയാണ് സോഡിയം ക്ലോറൈഡ് ഫോം ചെയ്യണത്. അപ്പൊ എപ്പോഴും 8 ഇലക്ട്രോൺസ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിൽക്കണം എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം, സ്റ്റേബിൾ ആവണം എന്നാണ് ആഗ്രഹം. അപ്പൊ ഈ 18ാമത്തെ ഗ്രൂപ്പ് എലമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആണ്, അവര് എപ്പോഴും സ്റ്റേബിൾ ആണ്. അപ്പൊ ഇവര് ഇപ്പൊ സോഡിയം ക്ലോറൈഡ് എന്ന് ഞാൻ പറഞ്ഞ മാതിരി ഇപ്പൊ ഹീലിയം വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു കോമ്പൗണ്ട് മിക്സ് ചെയ്ത് പറയാൻ പറ്റില്ല. ഇപ്പൊ സോഡിയം ക്ലോറൈഡ്, അതേപോലെ HCl ഹൈഡ്രോക്ലോറിക് ആസിഡ്, HCl, പിന്നെ H2SO4 അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ കമ്പൈൻ ചെയ്ത് പറയണ പോലെ ഈ പറഞ്ഞ 18ാമത്തെ ഗ്രൂപ്പ് എലമെന്റ്സ് വേറെ ആരുടെയും കൂടെ ഇവർ കൂട്ടുകൂടില്ല. അവർ ഒറ്റയ്ക്ക് ഇങ്ങനെ കൊമ്പനാനയുടെ കണക്ക് ഒറ്റയ്ക്കേ നിൽക്കുള്ളൂ. ഇവരിങ്ങനെ സ്റ്റേബിൾ ആയിട്ട് നോക്കിയേ. ബാക്കി അതിനെയാണ് നമ്മൾ ഈ 18ാമത്തെ ഗ്രൂപ്പ് മൂലകങ്ങൾ എന്ന് പറയണത്. ഓക്കെ, അതിനെ നമ്മൾ പറയണതാണ് ഉത്കൃഷ്ടവാതകങ്ങൾ. ഇവർ ആരുടെയും കൂടെ കൂട്ടുകൂടില്ല, ഇവർ ഒറ്റയ്ക്കേ നിൽക്കുള്ളൂ. ബാക്കിയുള്ള ഗ്രൂപ്പ് എലമെന്റ്സ് ഒക്കെ ബാക്കിയുള്ളവരുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് പുതിയ പുതിയ കോമ്പൗണ്ട്സ് ഒക്കെ ഫോം ചെയ്യും. ഇപ്പൊ HCl ഹൈഡ്രജനും ക്ലോറിനും കൂടി കമ്പൈൻ ചെയ്തിട്ടുണ്ടാവണതാണ് H2O. ഹൈഡ്രജനും ഓക്സിജനും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഒരു പ്രത്യേക പ്രൊപ്പോർഷനിലൊക്കെയാണ്, എന്നാലും ഹൈഡ്രജനും ഓക്സിജനും കൂടി കമ്പൈൻ ചെയ്തൊക്കെ ഉണ്ടാവണം. പക്ഷെ ഈ 18ാമത്തെ ഗ്രൂപ്പുകാർ ആരുടെ കൂടെയും കൂട്ടുകൂടില്ല, ഇവര് ഒറ്റയ്ക്കേ നിൽക്കുള്ളൂ. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൺ, സെനോൺ, അതേപോലെ റെഡോൺ, ഇവരൊന്നും ആരുടെയും കൂടെ കൂട്ടുകൂടില്ല. അവരുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺ എപ്പോഴും 8 ആയിരിക്കും. ഓക്കെ, അപ്പൊ 18ാമത്തെ ഗ്രൂപ്പ് മൂലകങ്ങളെ നമ്മൾ പറയണതാണ് ഉത്കൃഷ്ടവാതകങ്ങൾ. ഈ സോഡിയം ക്ലോറൈഡിന്റെ ഫോർമേഷൻ NaCl ഒരു ഇലക്ട്രോണെ സ്വീകരിക്കുന്നു, വിട്ടുകൊടുക്കുന്നു. മനസ്സിലായെങ്കിൽ വിഷമിക്കേണ്ട കേട്ടോ, നമ്മൾ വേറെ ക്ലാസ്സിൽ എടുത്തു തരുന്നതായിരിക്കും കേട്ടോ. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഇപ്പൊ പറഞ്ഞു എന്നുള്ളൂ. അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ സെഷൻ എടുക്കുമ്പോൾ പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, അപ്പൊ ഉത്കൃഷ്ടവാതകങ്ങൾ എന്ന് പറഞ്ഞാൽ 18ാമത്തെ ഗ്രൂപ്പ് എലമെന്റിനെയാണ് പറയാ. ഇതിന്റെ എക്സാമ്പിളുകളൊന്നും പഠിച്ചു വെക്കണേ. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൺ, സിനോൺ, റഡോൺ എന്നൊക്കെ പറയണ എലമെന്റ്സ് എക്സാമ്പിൾ പഠിക്കണേ. താഴെ തന്നിരിക്കുന്നവയിൽ ഉത്കൃഷ്ടവാതകങ്ങളുടെ ഉദാഹരണമല്ലാത്തതെന്ന് ഒക്കെ ചോദിക്കാറുണ്ട്. അറ്റ്ലീസ്റ്റ് ഈ ക്രിപ്റ്റോൺ വരെയെങ്കിലും ഒന്ന് നോക്കി വെച്ചോളൂ. ഇത് കണ്ടാ അറിയണം കേട്ടോ, സെനോണും റഡോണും ആകെ ഒരു 6-7 എലമെന്റ്സ് ഉള്ളൂ. അപ്പൊ അത് പഠിച്ചു വെക്കുക. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൺ, സിനോൺ, റഡോൺ. ഇനി അലസവാതകങ്ങൾ, അപൂർവവാതകങ്ങൾ എന്നൊക്കെ ഇത് അറിയപ്പെടുന്നു. കാര്യം ബാക്കി വാതകങ്ങളുള്ള പോലെ ഇവരെ അങ്ങനെ കാണാൻ പറ്റില്ല. പിന്നെ ഇവര് മടിയന്മാരാന്ന് ഞാൻ പറഞ്ഞില്ലേ, ആരുടെയും കൂടെ കൂട്ടുകൂടില്ല. അപ്പൊ ഇവരെ പറയണ പേരാണ് അലസവാതകങ്ങൾ. പിന്നെ അപൂർവമായിട്ട് മാത്രമേ കാണാറുള്ളൂ. അപ്പൊ അതുകൊണ്ട് പറയണ പേരാണ് അപൂർവവാതകങ്ങൾ എന്ന്. ഇനി ഏക ആറ്റോമിക തന്മാത്രകളാണ്. നമ്മൾ ഓക്സിജൻ എഴുതുമ്പോൾ O2 എന്ന് എഴുതും, ഹൈഡ്രജൻ എഴുതുമ്പോൾ H2 എന്നൊക്കെ നമ്മൾ എഴുതും, ക്ലോറിൻ എഴുതുമ്പോൾ Cl2 എന്നൊക്കെ പറയും. ഇവരെപ്പോഴും രണ്ടാൾക്കാരുമായിട്ട് നിൽക്കുള്ളൂ, രണ്ടാറ്റങ്ങൾ കൂടി ചേർന്നാണ് നിൽക്കുള്ളൂ. നമ്മൾ തന്മാത്രകൾ പറയും. പക്ഷെ ഈ ഹീലിയം എന്നൊക്കെ എഴുതുമ്പോൾ HE എന്ന് മാത്രമേ എഴുതുള്ളൂ. ഈ C2
സോറി Cl2 C2 എന്ന് പറയില്ല കേട്ടോ, സോറി Cl2 H2 എന്നൊന്ന് പറയണ പോലെ ഈ He2 ഹീലിയം 2 അങ്ങനെയൊന്നും എഴുതാൻ പറ്റില്ല. അവർ ഏക ആറ്റോമിക തന്മാത്രകളാണ്. നമ്മൾ ഇനി തന്മാത്രകൾ ഡീറ്റെയിൽഡ് ആയിട്ട് എടുക്കാം. അപ്പൊ അങ്ങനെയുള്ള ഏക ആറ്റോമിക തന്മാത്രകളാണ് ഉത്കൃഷ്ടവാതകങ്ങൾ. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇവര് ആരുമായിട്ട് കമ്പൈൻ ചെയ്യില്ല. അതുകൊണ്ടാണ് ഇതിനെ ഇനർട്ട് ഗ്യാസ് അല്ലെങ്കിൽ അലസവാതകങ്ങൾ എന്നൊക്കെ പറയുള്ളൂ. ഈ അപൂർവവാതകങ്ങളുടെ ഇതിന്റെ ഇംഗ്ലീഷാണ് കേട്ടോ, റെയർ ഗ്യാസ്. വളരെ കുറഞ്ഞ അളവിൽ മാത്രമാണ് ഇവർ കാണുള്ളൂ. അതുകൊണ്ട് ഇവരെ പറയണ പേരാണ് അപൂർവവാതകങ്ങൾ. അപ്പൊ ഇവരെ പറയണ പേര് 18ാമത്തെ ഗ്രൂപ്പ് എലമെന്റ്സിനെ പറയണ പേരുകളാണ് അപൂർവവാതകങ്ങൾ അല്ലെങ്കിൽ റെയർ ഗ്യാസ്. ഒരു പേരും കൂടി ഉണ്ട്, നോബിൾ ഗ്യാസ്. ഞാൻ എഴുതിയില്ല തോന്നുന്നു. നോബിൾ ഗ്യാസ്, റെയർ ഗ്യാസ്, ഉത്കൃഷ്ടവാതകങ്ങൾ, ഇനർട്ട് ഗ്യാസ് എന്നൊക്കെ പറയണത് അലസവാതകങ്ങള്. ഇതൊക്കെ 18ാമത്തെ ഗ്രൂപ്പ് മൂലകങ്ങളാണ്. ഇത് ക്ലിയർ ആണോ? ക്ലിയർ ആണോ? എന്തേലും സംശയം ഉണ്ടോ? ഒരു പേര് ഇപ്പൊ പറഞ്ഞിട്ടുണ്ടായില്ലേ, ഇന്നർട്ടിന്റെ പോലെ. എന്ത് ഇപ്പൊ ഒരു പേര് പറഞ്ഞില്ലേ, ഇന്നർട്ടിന്റെ പോലെ വേറൊരു പേര് പറഞ്ഞില്ലേ? നോബിൾ ഗ്യാസ്. നോബിൾ ഗ്യാസ്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ക്ലിയർ ആണ്. ക്ലിയർ ആണ്. ഓക്കെ. പിന്നെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ PSC ചോദിക്കണ കുറച്ച് ഈ ഉത്കൃഷ്ടവാതകങ്ങളുടെ എവിടെയാ ഉപയോഗിക്കണേ എന്നുള്ള ഉപയോഗങ്ങളാണ് കേട്ടോ നമ്മൾ പറയണത്. കാലാവസ്ഥാ ബലൂണുകളിൽ ഉപയോഗിക്കണ വാതകമാണ് ഹീലിയം. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഉത്കൃഷ്ടവാതകത്തിലെ ഹീലിയം കാലാവസ്ഥാ ബലൂണുകളിൽ ഉപയോഗിക്കുന്ന ഒരു വാതകമാണ് കേട്ടോ ഹീലിയം. ചോദിക്കാറുണ്ട്. ഓറഞ്ച് നിറം ലഭിക്കാനായിട്ട് ഡിസ്ചാർജ് ലാമ്പുകൾ ഉപയോഗിക്കുന്ന വാതകമാണ് നിയോൺ. ഞാൻ ഇത് ഓർക്കാറ്, നിയോൺ എഴുതുമ്പോ NEO ആണല്ലോ. അപ്പൊ നിയോൺ ഓറഞ്ച് അങ്ങനെ പഠിച്ചാൽ മതി. NEO ആണല്ലോ. നിയോൺ എഴുതണത് NE, നിയോൺ എഴുതണത് NEON എന്നാണല്ലോ ഇംഗ്ലീഷിലുള്ള പേര്. അപ്പോൾ ഇംഗ്ലീഷിൽ സ്പെല്ലിങ് NEON ആയതുകൊണ്ട് ആദ്യത്തെ NEO കൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിയോൺ ഓറഞ്ച് നിറം ലഭിക്കാനായിട്ട് അങ്ങനെ ഓർത്ത് വെക്കാൻ പറ്റും. ഇനി വൈദ്യുത ബൾബുകളിൽ ഫിലമെന്റ് ബാഷ്പീകരിക്കാതിരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന വാതകം ആർഗൺ ആണ് കേട്ടോ. പിന്നെ റേഡിയോ ആക്ടിവിറ്റി കാണിക്കുന്നതാണ് റെഡോൺ. റേഡിയോ ആക്ടിവിറ്റി. ഇനി ഏറ്റവും കുറഞ്ഞ അളവിൽ കണ്ടുവരുന്ന വാതകം ഇൻ ദ സെൻസ് ഈ ഉത്കൃഷ്ട വാതകം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റെഡോൺ ആണ് കേട്ടോ. ഓക്കെ. അപ്പൊ കാലാവസ്ഥാ ബലൂണുകളിൽ നിറയ്ക്കുന്നത് ഹീലിയം. ഓറഞ്ച് നിറം ലഭിക്കാനായിട്ട് ഡിസ്ചാർജ് ലാമ്പുകളിൽ ഉപയോഗിക്കുന്ന വാതകം നിയോൺ. പിന്നെ വൈദ്യുത ബൾബുകളിൽ ഫിലമെന്റ് ബാഷ്പീകരിക്കാതിരിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ആർഗൺ. റേഡിയോ ആക്ടിവിറ്റി ഉള്ള കാണിക്കുന്ന ഉത്കൃഷ്ടവാതകം റെഡോൺ. ഏറ്റവും കുറഞ്ഞ അളവിൽ കണ്ടുവരുന്നതും റെഡോൺ ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ആരൊന്നും പറയണില്ലല്ലോ. ക്ലിയർ ആണ്. ഓക്കെ. അന്നന്ന് എടുക്കണത് അന്നന്ന് തന്നെ ഒന്ന് വായിച്ചു നോക്കണേ. ഇത് കുറച്ച് പാടാണ് കെമിസ്ട്രി. ഇനി അടുത്തതാണ് ട്രാൻസിഷൻ എലമെന്റ്സ് അല്ലെങ്കിൽ സംക്രമണ മൂലകങ്ങൾ എന്ന് പറയൂ കേട്ടോ. സംക്രമണ മൂലകങ്ങള് അത് വേറെ ഒന്നുമില്ല, 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകാരെയാണ് നമ്മൾ സംക്രമണ മൂലകങ്ങൾ. ഈ 3 മുതൽ 12 ഈ നടുവിൽ കിടക്കുന്ന ആൾക്കാരില്ലേ, ഈ 3 മുതൽ 12 വരെയുള്ള ആൾക്കാരെ നമ്മൾ പറയണ പേരാണ് സംക്രമണ മൂലകങ്ങൾ അല്ലെങ്കിൽ ട്രാൻസിഷൻ എലമെന്റ്സ് അല്ലെങ്കിൽ സംക്രമണ മൂലകങ്ങൾ കേട്ടോ. ഗ്രൂപ്പ് 3 മുതൽ 12 വരെയുള്ള ആൾക്കാരാണ് ട്രാൻസിഷൻ എലമെന്റ്സ്. അതിനുള്ളിലുള്ളതൊക്കെ ലോഹങ്ങളാണ്, എല്ലാം മെറ്റൽസ് ആണ്. പിന്നെ ഡി ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് അവരെ പറയും. അത് നമ്മൾ ബ്ലോക്ക് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. S ബ്ലോക്ക്, P ബ്ലോക്ക്, D ബ്ലോക്ക്, F ബ്ലോക്ക് ഒക്കെ എന്താണെന്ന് നമ്മൾ അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ. അപ്പൊ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയുന്നത് 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകാരാണ്. 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകാരെയാണ് നമ്മൾ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയുക. പിന്നെ അവര് ലോഹങ്ങളാണ്. ഇനി അടുത്ത അതിന്റെ ഒരു മെയിൻ ഫീച്ചർ ആണ് അവരൊക്കെ കളേർഡ് കോമ്പൗണ്ട്സ് ആണ്. നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്ന ഒരാൾക്കാരാണ് ഈ പറഞ്ഞ സംക്രമണ മൂലകങ്ങൾ എന്ന് പറയുന്നത്.
ഓക്കെ, ഈ 3 മുതൽ 12 വരെയുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് പറയാ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയണത്. അവരുടെ പ്രത്യേകത ഇവരൊക്കെ എല്ലാവരും കളേർഡ് കോമ്പൗണ്ട്സ് കാണിക്കുന്നല്ല, ഇതിലെ കുറെ മൂലകങ്ങളൊക്കെ കളേർഡ് സംയുക്തങ്ങൾ കാണിക്കുന്നതാണ്, നിറമുള്ള സംയുക്തങ്ങൾ കാണിക്കും. പിന്നെ ഇവരുടെ പ്രത്യേകത ലോഹങ്ങളാണ് ഇവരൊക്കെ. ഇപ്പൊ സിങ്ക് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, അതൊരു ഒരു ലോഹാണ്. അയൺ, Fe എന്ന് പറയണത് അയൺ ആണ്. അതൊരു ലോഹാണ്. നിങ്ങൾക്ക് അറിയണത് മാത്രമേ ഞാൻ പറഞ്ഞു തരണതാണ്. അപ്പൊ ഇതൊക്കെ ഒരു ലോഹങ്ങളാണ്. അപ്പൊ ഈ ഗ്രൂപ്പിലുള്ള ഇതിന്റെ ഇടയിൽ പെട്ടതിന് 3 മുതൽ 12 വരെയുള്ളവരൊക്കെ ലോഹങ്ങളാണ്. ഓക്കെ, പിന്നെ നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നവരാണ്. ഇനി അടുത്തതാണ് ലാന്തനോയിഡുകളും ആക്ടിനോയിഡും. അതായത് ഏറ്റവും താഴെയായിട്ട് 6ാമത്തെ പീരീഡിൽ കാണപ്പെടുന്ന ആൾക്കാരാണ് ലാന്തനോയിഡ്സ് എന്ന് പറയുന്നത്. 7ാമത്തെ പീരീഡിലുള്ളവരെയാണ് ആക്ടിനോയിഡ്സ് എന്ന് പറയുന്നത്. ഈ 57 മുതൽ 71 വരെയുള്ള ഈ ആൾക്കാരെയാണ് നമ്മള് ലാന്തനോയിഡ്സ് എന്ന് പറയുന്നത്. ഇതാണ് ലാന്തനോയിഡ്സ്. ഈ 7ാമത്തെ പീരീഡിലുള്ളവരാണ് ആക്ടിനോയിഡ്സ്. ഓക്കെ, നിങ്ങൾ പീരിയോഡിക് ടേബിളിന്റെ ഒരു പടം നോക്കിയാൽ അറിയാം നിങ്ങൾക്ക്. ഞാൻ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവുമെന്ന് അറിയില്ല. ഇവിടെ 71ാമത്തെ എലമെന്റ് ആണ്. അത് കഴിഞ്ഞാൽ നോക്കിയത് ഇവിടെ 72, 73, 74 ഒക്കെ ഇവിടെയാണ് കിടക്കണത്. അതേപോലെ തന്നെ അടുത്ത ഒരു സെറ്റ് നോക്കി കഴിഞ്ഞാൽ ഇതിന്റെ ബാക്കി 80 കഴിഞ്ഞ് ഇവിടെ 104 കൊടുത്തേക്കണം. ഒരു നിങ്ങളൊരു പീരിയോഡിക് ടേബിൾ ഇതിൽ സൂം ചെയ്തിട്ട് അത്ര ക്ലിയർ ആണോ എന്ന് എനിക്ക് അറിയില്ല. അപ്പോ ഈ താഴെയുള്ള കിടക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ 6th പീരീഡുകാര്. ഇത് 6th പീരീഡ്, ഇത് 7th പീരീഡ്. ഓക്കെ, ഓക്കെ. അപ്പോ ഈ ലാന്തനോയിഡുകള് 6ാമത്തെ പീരീഡിൽ 57 മുതൽ 71 വരെയുള്ള ആൾക്കാരെയാണ് നമ്മൾ ഒരു 15ഓളം മൂലകങ്ങളുണ്ട്. 57 മുതൽ 71 വരെയുള്ള മൂലകങ്ങളെയാണ് നമ്മൾ ലാന്തനോയിഡുകൾ എന്ന് പറയണത്. ആക്ടിനോയിഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പീരിയോഡിക് ടേബിളിന്റെ ചുവടയിലത്തെ വരിയിൽ 7ാമത്തെ പീരീഡിൽ ആക്ടീനിയം മുതൽ ലൊറേൻഷ്യം വരെയുള്ളവരാണ് ഈ പറഞ്ഞ ആക്ടിനോയിഡുകൾ എന്ന് പറയുന്ന ആൾക്കാർ. അത് 89. ഈ ആറ്റോമിക് നമ്പർ ഒന്ന് പഠിക്കണം. ലാന്തനോയിഡ്സിന്റെ ആറ്റോമിക് നമ്പർ 57 മുതൽ 71 വരെയാണ്. ലാന്തനോയിഡുകൾ എന്ന് പറയുന്നത് 57 മുതൽ 71 വരെയാണ്. ആക്ടിനോയിഡുകൾ എന്ന് പറയുന്നത് ആക്ടീനിയം മുതൽ ലൊറേൻഷ്യം വരെ. അതായത് ആറ്റോമിക് നമ്പർ 89 മുതൽ 103 വരെയുള്ളവരാണ്. അതൊന്നുകൂടി കാണിച്ചു തരാം. ഇതിനെ നമ്മൾ പറയും ലന്താനം എന്നാണ് പറയാ. ഈ ലന്താനം മുതൽ ലുട്ടേഷ്യം, ഈ 71ാമത്തെ ഇതുവരെയുള്ളവരാണ് ലന്താനം മുതൽ ലുട്ടേഷ്യം. അതിനെയാണ് നമ്മൾ ആക്ടിനോയിഡുകൾ ലാന്തനോയിഡ്സുകൾ എന്ന് പറയുന്നത്. ലന്താനം മുതൽ ലുട്ടേഷ്യം വരെയുള്ളവരെ. അടുത്ത 7th പീരീഡ് ഉള്ളവരാണ് ഈ പറഞ്ഞ ആക്ടീനിയം മുതൽ ലൊറേൻഷ്യം വരെ. അതെ, ഇവിടം വരെയുള്ളവരാണ് ആക്ടീനിയം മുതൽ ലൊറേൻഷ്യം വരെയുള്ളവർ 7th പീരീഡിലുള്ളവര്. ആദ്യത്തെ ലന്താനം മുതൽ ലുട്ടേഷ്യം വരെയുള്ളവര് 6th പീരീഡുകാരും ആക്ടീനിയം മുതൽ ലൊറേൻഷ്യം വരെ 7th പീരീഡുകാരും. ഞാൻ ആ സ്ലൈഡിൽ അത് എഴുതിയിട്ടുണ്ട്. ഓക്കെ, 6ാമത്തെ പീരീഡിന്റെ എഴുതിയിട്ടില്ലെന്ന് തോന്നുന്നു. ഇതേ ആക്ടിനോയിഡുകൾ ആക്ടീനിയം മുതൽ ലൊറേൻഷ്യം വരെയാണ് ആക്ടിനോയിഡുകൾ. അവിടെ അത് എഴുതിയിട്ടുണ്ട്. ഇവിടെ ലന്താനം മുതൽ ലുട്ടേഷ്യം വരെയാട്ടാ. ഇത് ഒന്ന് നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ എഴുതി വെച്ചോ. 6ാമത്തെ പീരീഡുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലന്താനം മുതൽ ലുട്ടേഷ്യം വരെ ലാന്തനോയിഡുകൾ ഒക്കെ എല്ലിൽ തന്നെയാ തുടങ്ങാം കേട്ടോ. ലന്താനം മുതൽ ലുട്ടേഷ്യം വരെയുള്ളതാണ് ലാന്തനോയിഡ്. ലന്താനം മുതൽ ലുട്ടേഷ്യം വരെ. അത് എഴുതാൻ വിട്ടുപോയി ഞാൻ. 6ാമത്തെ പീരീഡുകാർ. ആറ്റോമിക് നമ്പർ ഒന്ന് നോക്കി വെക്കുക. 57 മുതൽ 71 വരെയുള്ളവരാണ്. ആക്ടിനോയിഡുകൾ ആണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി പറയോ, കേട്ടില്ല?
പീരിയോഡിക് ടേബിൾ ടേബിൾ ഒന്നും കൂടി കാണിക്കാം. ഇതിൽ ഈ ലന്താന അപ്പൊ നമ്മൾ ആദ്യം തുടങ്ങി താഴേക്ക് ഹൈഡ്രജൻ തുടങ്ങി താഴേക്ക് നമ്മൾ ഓൾറെഡി എടുത്തതല്ലേ? ഈ 6ാമത്തെയും 7ാമത്തെയും ഇതാണ് 6th ഉം 7th ഉം പീരീഡ്. ഇത് 6ഉം ഇത് 7ഉം. ഇതിന്റെ ഇടയിലുള്ള മൂലകങ്ങളെ നമ്മള് അത് കൂട്ടാത്തതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വേറെ പീരീഡിൽ വരുന്നവരാണ്. ഓക്കെ, ഇതിന്റെ ഇടയിൽ വരുന്നവര് 5ലൊക്കെ വരുന്നവരാണ്, 4ഉം 5ലും വരുന്നവരാണ്. ഇതാണ് 6th പീരീഡും ഇതാണ് 7th പീരീഡും. ഞാനതില് എത്ര എലമെന്റ്സ് വെച്ചിട്ടുണ്ടെന്ന് ഞാനത് ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ, എത്ര എലമെന്റ്സ് ഓരോ പീരീഡിലും വരുന്നുണ്ടെന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോ ഈ ലന്താനം മുതൽ ലുട്ടേഷ്യം വരെ ഇതാണ് 6th പീരീഡുകാര്. ലന്താനം മുതൽ ലുട്ടേഷ്യം വരെയുള്ള ഒരു 6th പീരീഡ്. ആക്ടിനോയിഡുകൾ എന്ന് പറയുന്നത് 7th പീരീഡ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ, ആക്ടീനിയം മുതൽ ലൊറേൻഷ്യം വരെ. മറ്റുള്ളവരുടെ പീരീഡ് ഒന്നെങ്കിൽ 4 അല്ലെങ്കിൽ 5th പീരീഡിലായിരിക്കും അവർ കിടക്കണ്ടാവുക. അതുകൊണ്ടാണ് ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ 78, 79, 80 കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ 86 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കിടക്കണത് ദേ പറഞ്ഞ 104 നമ്പർ കിടക്കണത്. ഓക്കെ, ഇതിന്റെ ഇടയിൽ 108 ഒക്കെ വരണ്ട കിടക്കണത്. അതായത് 18 ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? 18 ഗ്രൂപ്പ് ഉണ്ട്. ഈ പീരീഡുകാർ ഇതിനെ നമ്മൾ പറയണ പേരാണ് ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് എന്നാണ് ഇവരെ പറയാ, ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ്. ഇതിനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇനി ഇതിനെ നമ്മൾ ബ്ലോക്ക് ഒക്കെ ആയിട്ട് തിരിക്കും. SPDF എന്നും പറഞ്ഞ ബ്ലോക്കുകളായിട്ട് തിരിക്കും. അപ്പൊ ഇവര് ഈ 6th ഉം 7th പീരീഡുകാര് നമ്മൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ഇവരുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺ F ബ്ലോക്കിലായിരിക്കും വരിക. അപ്പൊ അതുകൊണ്ടാണ് ഈ F ബ്ലോക്ക് എലമെന്റ്സിനെയാണ് നമ്മൾ ഈ പറഞ്ഞ 6th പീരീഡുകാരും 7th പീരീഡുകാരും നമ്മൾ പറയണത് ഈ F ബ്ലോക്ക് എലമെന്റ്സ് ആണ്. ഇത് ഞാൻ മറ്റേ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എടുക്കുമ്പോൾ ഞാൻ ഇത് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ അതിൽ പറയും S ബ്ലോക്ക് എന്ന് പറയുന്നത് 1, 2 ഗ്രൂപ്പുകാരാണ്. ഈ പറഞ്ഞ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയുന്നത് D ബ്ലോക്ക് എലമെന്റ്സ് ആണ്. ഈ പറഞ്ഞ 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകാർ P ബ്ലോക്ക് എലമെന്റ്സ് ആണ്. അപ്പൊ അതും ഇതും കൂടി ലാസ്റ്റ് അന്ന് ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. ഈ പറഞ്ഞ പീരീഡ്, ഈ 6th പീരീഡ് 7th പീരീഡിലുള്ളവർക്ക് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നമ്മൾ ഈ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ അവരുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ല് Fലാണ് വരിക. 4 സബ്ഷെല്ലുണ്ട് SPDF. അപ്പോ ഇതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ വരണത് Fലാണ്. അപ്പൊ അത് ഈ 6-7 പീരീഡുകാരാണ് F ബ്ലോക്ക് എലമെന്റ്സ്. അത് ഈ ഓരോ പ്രോപ്പർട്ടീസ് അനുസരിച്ചാണ്. അതായത് പീരിയോഡിക് ട്രെൻഡ്സ് എന്നൊക്കെ പറഞ്ഞ് ഇനി കുറച്ച് സാധനങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. അതായത് ഈ ഗ്രൂപ്പിലും പീരീഡിലും എല്ലാം വ്യത്യാസമുണ്ട്, പ്രോപ്പർട്ടീസ് വ്യത്യാസമുണ്ട്. ഇങ്ങോട്ട് പോകുന്തോറും അയോണൈസേഷൻ എനർജിക്കും അതേപോലെ ന്യൂക്ലിയർ ചാർജിനും ആറ്റോമിക് റേഡിയസ് ഒക്കെ ഈ പറഞ്ഞ പീരീഡിലും ഗ്രൂപ്പിലൊക്കെ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഇത് ഓരോ പ്രോപ്പർട്ടീസിനനുസരിച്ചാണ് ഈ ടേബിൾ അറേഞ്ച് ചെയ്ത് വെച്ചേക്കണം. അതുകൊണ്ടാണ് ഇപ്പൊ ഒരു കൺഫ്യൂഷൻ വന്നത്. ഇത് ഞാൻ മറ്റേ ബ്ലോക്കും കൂടി എടുത്തു കഴിയുമ്പോൾ ഞാൻ അതിൽ പീരിയോഡിക് ടേബിൾ ഈ പടം ഇൻസേർട്ട് ചെയ്തിട്ട് ഒന്നും കൂടി ഞാൻ അത് ഡീറ്റെയിൽഡ് ആയിട്ട് അതും വെച്ച് കമ്പയർ ചെയ്ത് പറഞ്ഞുതരാം കേട്ടോ. നമ്മൾ വിചാരിച്ചു 9 പീരീഡ്സ് ഉണ്ട്. 9 പീരീഡ് അല്ല, 7 പീരീഡ് ആണ് ഉള്ളൂ. അപ്പൊ അത് ഓരോ പ്രോപ്പർട്ടീസ് അനുസരിച്ചാണ്. ഇതിൽ നിങ്ങൾക്ക് ഇപ്പൊ കൺഫ്യൂഷൻ വരണത് ഞാൻ ബ്ലോക്ക് എടുത്തിട്ടില്ല, SPDF എന്ന് പറഞ്ഞ 4 ബ്ലോക്കുകളുടെ കാര്യം എടുത്തിട്ടില്ല. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എടുക്കാത്തതുകൊണ്ട് അത് എനിക്ക് എടുക്കാൻ പറ്റില്ല. അത് കയറിയപ്പോ തന്നെ നിങ്ങൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളത് പഠിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ബാക്കിയുള്ളവർക്കും കൂടി ഒന്ന് പിന്നാലെ എത്താൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതെടുത്തത്. ശരിക്കും അത് ഓർഡർ അനുസരിച്ച് അതായിരുന്നു എടുക്കേണ്ടിയിരുന്നത്. അതുകൊണ്ട് വന്നൊരു കൺഫ്യൂഷനാണ്. അപ്പൊ നമ്മുടെ ഈ ഗ്രൂപ്പിലായാലും ഗ്രൂപ്പിൽ എല്ലാവർക്കും ഗ്രൂപ്പായിട്ട് തിരിച്ചുണ്ടെങ്കിൽ അവർക്കൊരു പ്രോപ്പർട്ടീസ് ഈക്വൽ ആയിരിക്കും. അതേപോലെ തന്നെ പീരീഡ് ആയിട്ട് എഴുതുമ്പോൾ ആ പീരീഡിലുള്ളവർക്ക് ഓരോ പ്രത്യേകതകളുണ്ട്. അത് നമ്മൾ ഇനി പീരിയോഡിക് ട്രെൻഡ്സ് നമ്മൾ പറയും, ഗ്രൂപ്പിലെയും പീരീഡിലെയും കാര്യം. അപ്പൊ പീരീഡുകളിൽ എല്ലാവർക്കും ഒരേപോലത്തെ പ്രോപ്പർട്ടീസ് ഉണ്ടാവും, ഗ്രൂപ്പുകളിൽ ഓരോരുത്തർക്കും ഓരോ പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിന്റെ അനുസരിച്ചാണ് ഈ പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കിയേക്കണത് കേട്ടോ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടെന്നാണോ തോന്നണത്? കുറച്ച് കൺഫ്യൂഷൻ. അത് പെട്ടെന്ന് കണ്ടപ്പോ 9 പീരീഡ് ഇല്ലേ എന്ന് ഇത് ചിന്ത വന്നിട്ടുള്ള പ്രശ്നമാണ്. കുഴപ്പമില്ല, അത് ഞാൻ ഒന്നും കൂടി അത് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ.
ഇപ്പൊ പറഞ്ഞു തന്നാൽ ബാക്കിയുള്ളവർക്ക് ചിലപ്പോൾ ഫോളോ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ അത് ബ്ലോക്കുകളും കൂടി എടുക്കുമ്പോൾ ഞാൻ ഒരുമിച്ച് അത് പറഞ്ഞുതരാം. അപ്പൊ ഞാൻ ആ പീരിയോഡിക് ടേബിളിന്റെ ഫിഗറും കൂടി അതിൽ ആഡ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ അല്ലേ? ഓക്കെ. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞതാണ് മെറ്റലോയിഡ്സ് എന്താന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ലോഹങ്ങളുടെ അലോഹങ്ങളുടെ സ്വഭാവങ്ങൾ പ്രദർശിപ്പിക്കുന്ന മൂലകങ്ങളെയാണ് ഉപലോഹങ്ങൾ അല്ലെങ്കിൽ മെറ്റലോയിഡ്സ് എന്ന് പറയുന്നത്. അത് സിലിക്കൺ, ജർമ്മനി, ആഴ്സനിക്, ആന്റിമണി ഒക്കെ അതിന് എക്സാമ്പിൾ ആയിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. ഉപലോഹങ്ങൾക്ക് എക്സാമ്പിൾ അല്ലെങ്കിൽ മെറ്റലോയിഡ്സിന് എക്സാമ്പിൾ ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അത് സിലിക്കൺ, ജർമേനിയം, ആഴ്സനിക്, ആന്റിമണി എന്നൊക്കെ ഉള്ളതാണ് മെറ്റലോയിഡ്സ്. പിന്നെ ഇപ്പൊ കഴിഞ്ഞ ഏതോ ഒരു LDക്ക് ചോദിച്ചിട്ടുണ്ട് 118ാമത്തെ എലമെന്റിന്റെ പേരെന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. 118ാമത്തെ എലമെന്റിന്റെ പേര് എന്താണെന്ന് ഇങ്ങനെ, ഇതാണ് 118ാമത്തെ എലമെന്റ്, ഇതിന്റെ പേരെന്താന്നാണ് ചോദിച്ചിട്ടുണ്ട്. ഓഗ്നസോൺ എന്നാണ് ഇതിന്റെ പേര്. അത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് 118ാമത്തെ മൂലകത്തിന്റെ പേര്. പിന്നെ ചോദിക്കാറുള്ള കുറച്ച് എലമെന്റുകളുടെ പേരാണ് ആ എഴുതിയേക്കണം. അതിന്റെ പേരെന്താന്നാണ് ചോദിക്കാറ്. 113ാമത്തെ എലമെന്റിനെ പറയുന്ന പേരാണ് നിഹോണിയം. 115ാമത്തെ എലമെന്റിന്റെ പേര് മോസ്കോവിയം. 117 ടെന്നസിൻ എന്നാണ് പറയാ. 118 ഓഗ്നസൻ. ഇതിൽ 118 ഇമ്പോർട്ടന്റ്. ഇതും ലേറ്റസ്റ്റ് ആയിട്ട് ചിലപ്പോൾ ചോദിക്കാൻ 115 ഒക്കെ ഒന്ന് നോക്കി വെച്ചോളൂ. മോസ്കോവിയം, ഇതേപോലെ നിഹോണിയം, ഇതൊക്കെ ഇടയ്ക്ക് LGS പോലെയുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഇടുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ. അതുപോലെ ഇതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് എലമെന്റ് ആണ്. 99ാമത്തെ എലമെന്റിനെ പറയുന്ന പേരാണ് ഐൻസ്റ്റീനിയം. ഐൻസ്റ്റീനിയം എന്നാണ് 99ാമത്തെ എലമെന്റിനെ പറയുന്ന പേര്. 100ാമത്തെ എലമെന്റിനെ പറയുന്ന പേരാണ് ഫെർമിയം. 101 മെന്റലീവിയം. നമ്മളിപ്പോ പറഞ്ഞ മെന്റലീവ് എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞനില്ലേ, അദ്ദേഹത്തിന്റെ പേരിൽ പറയണതാണ് മെന്റലീവിയം എന്ന്. അപ്പൊ ഇതും ചോദിക്കാറുണ്ട്. 99ാമത്തെ എലമെന്റിന്റെ പേര് ഐൻസ്റ്റീനിയം, 100ാമത്തെ എലമെന്റിന്റെ പേര് ഫെർമിയം, 101 മെന്റലീവിയം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇത്രയും ക്ലിയർ അല്ലേ? ഒന്ന് വെള്ളം കുടിക്കട്ടെ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്ര നേരം പറഞ്ഞത് ഒന്നും കൂടി നമുക്ക് ഒന്ന് റിവൈസ് ചെയ്തിട്ട് അവസാനിപ്പിക്കാം കേട്ടോ. നമ്മൾ പറഞ്ഞു പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റോമിക് നമ്പറിന്റെ, അതായത് നമ്മുടെ പ്രോട്ടോണിന്റെ എണ്ണ അനുസരിച്ച് ക്രമീകരിച്ച ഒരു പട്ടികയാണ് പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. പിന്നെ ആദ്യമായിട്ട് ക്ലാസിഫൈ ചെയ്തത് ലാവോസിയർ ആണ്. ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും ക്ലാസിഫൈ ചെയ്തത് ലാവോസിയർ ആണ്. പിന്നെ നമ്മൾ പറഞ്ഞു ഡോബറൈനറിന്റെ ആണ് ലോ ഓഫ് ട്രയാഡ്സ് എന്ന് പറയുന്നത്. ന്യൂലാൻഡ്സിന്റെ ആണ് ലോ ഓഫ് ഒക്ടേവ്സ് എന്ന് പറയുന്നത്. ട്രയാഡുകളിൽ എങ്ങനെയാ ചെയ്തേക്കണേ? ആദ്യത്തേതിന്റെയും മൂന്നാമത്തേന്റെയും ആറ്റോമിക മാസിന്റെ ശരാശരി ആണ് സെന്ററിലുള്ളതിന്റെ ആറ്റോമിക മാസ് എന്ന് കണ്ടുപിടിച്ചതാണ്
ഈ പറഞ്ഞ ലോ ഓഫ് ട്രയാഡ്സ് എന്ന് പറയണത്. ലോ ഓഫ് ഒക്ടേവ്സ് എന്ന് പറയണത് ന്യൂലാൻഡിന്റെ ആണ്. അദ്ദേഹം ഒന്നാമത്തെ മൂലകത്തിന് എട്ടാമത്തെ മൂലകത്തിനുമായിട്ട് സിമിലർ ആയിട്ടുള്ള പ്രോപ്പർട്ടി ഉണ്ടെന്നാണ് അദ്ദേഹം പറയണത്. ഈ മൂലകങ്ങളെ ക്രമമായിട്ട് എഴുതുമ്പോൾ എട്ടാമത് വരുന്ന മൂലകം ആദ്യത്തേതിന്റെ ആവർത്തനമാണെന്ന് കണ്ടെത്തിയ ഒരു നിയമമാണ്. അതാണ് സംഗീതത്തിലെ സപ്തസ്വരങ്ങൾ പോലെ ആദ്യം ഒരു സാ പറഞ്ഞിട്ട് പിന്നെ എട്ടാമത് സാ തന്നെ റിപ്പീറ്റ് ചെയ്യും. അതേപോലെ തന്നെ അതിന്റെ പ്രോപ്പർട്ടീസ് എലമെന്റ് റിപ്പീറ്റ് ചെയ്യുന്നല്ല, അതിന്റെ പ്രോപ്പർട്ടീസ് ഒന്നാമത്തേന്റെയും എട്ടാമത്തെയും മൂലകങ്ങളുടെ പ്രോപ്പർട്ടീസ് സിമിലർ ആയിരിക്കും എന്ന് പറയണ നിയമമാണ് ലോ ഓഫ് ഒക്ടേവ്സ്. ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞു, ലോ ഓഫ് ഒക്ടേവ്സ് പ്രപ്പോസ് ചെയ്തത് ആരാണ്? ന്യൂലാൻഡ്സ്. അതേപോലെ തന്നെ മെറ്റൽസ് നിന്നും നോൺ മെറ്റൽസ് നിന്നും ക്ലാസിഫൈ ചെയ്തത് ആരാ? ലാവോസിയർ. ലോ ഓഫ് ട്രയാഡ്സ്, അല്ലെങ്കിൽ ഇതൊന്ന് നോട്ട് ചെയ്ത് എഴുതി വെക്കണേ, ഞാൻ ഇതിൽ എഴുതിയിട്ടില്ല. ഇതിന്റെ മലയാള പേര് ലോ ഓഫ് ട്രയാഡ്സിന്റെ ത്രികകങ്ങൾ എന്നാണ് കേട്ടോ. ത്രികകങ്ങൾ. ഓക്കെ. ഇനി നമ്മൾ പറഞ്ഞു മെന്റലിയഫിന്റെ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്, അദ്ദേഹമാണ് മെന്റലിയഫ് ആണ് നമ്മുടെ പീരിയോഡിക് ടേബിളിന്റെ പിതാവ്. പീരിയോഡിക് ടേബിളിന്റെ പിതാവ് മെന്റലിയഫ് ആണ്. അദ്ദേഹം ആറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിലാണ് പീരിയോഡിക് ടേബിളിനെ ക്ലാസിഫൈ ചെയ്തേക്കണത്. പിന്നെ മെന്റലിയഫിന്റെ പീരിയോഡിക് ടേബിളിന്റെ കുറച്ച് മേന്മകൾ നമ്മൾ പറഞ്ഞു. ഒരേപോലത്തെ ഗുണമുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയാണ് മൂലകങ്ങൾ വർഗീകരിച്ചത്. പിന്നെ ആൾക്ക് മനസ്സിലായി ചിലതിന്റെ ആറ്റോമിക മാസ് ഒന്നും ശരിയല്ല, അതിന്റെ കൃത്യമായിട്ടുള്ള ഇൻക്രീസിങ് ഓർഡർ ഒന്നും പാലിച്ചിട്ടില്ല. അത് കാരണം അദ്ദേഹം എന്ത് ചെയ്തു, ഈ തെറ്റായിട്ട് കണ്ടെത്തി വെച്ചേക്കണ ആറ്റോമിക മാസിനെ കുറച്ച് ആള് തന്നെ പുനർനിർണയിച്ച് അതൊക്കെ ശരിയാക്കി വെച്ചു. പിന്നെ ആൾക്ക് മനസ്സിലായി ഇനിയും കണ്ടുപിടിക്കാൻ കുറെ മൂലകങ്ങളുണ്ട്, അതുകൊണ്ട് അതിനുള്ള സ്ഥാനമൊക്കെ ഒഴിച്ചിട്ടു. അതാണ് മെന്റലിയഫിന്റെ പീരിയോഡിക് ടേബിളിന്റെ കുറച്ച് മേന്മ. ഇനി മെന്റലിയഫിന്റെ പീരിയോഡിക് ടേബിളിന്റെ കുറച്ച് പരിമിതിയാണ്. കുറെ ഗുണങ്ങളിൽ ഒരുപാട് വ്യത്യാസമുള്ള മൂലകങ്ങളെ കൊണ്ടുപോയി ഒരേ ഗ്രൂപ്പിൽ കൊണ്ടുപോയി ഉൾപ്പെടുത്തി. അതായത് സോഡിയം, പൊട്ടാസ്യം പോലെയുള്ള മൃദുലോഹങ്ങൾക്കൊപ്പം കോപ്പർ, സിൽവർ പോലെയുള്ള കാഠിന്യം കൂടിയ ലോഹങ്ങളെ കൊണ്ട് ഉൾപ്പെടുത്തി. ഹൈഡ്രജൻ എന്ന മൂലകം എവിടെ കൊണ്ട് പ്ലേസ് ചെയ്യണമെന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ആറ്റോമിക മാസിന്റെ ഇൻക്രീസിങ് ഓർഡർ എല്ലായിടത്തും ഫോളോ ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റിയില്ല. അടുത്തതാണ് മോഡേൺ പീരിയോഡിക് ടേബിൾ. മോഡേൺ പീരിയോഡിക് ടേബിളിന്റെ പിതാവ് എന്ന് പറയണത് മോസ്ലി ആണ്. എന്നാൽ പീരിയോഡിക് ടേബിളിന്റെ പിതാവ് മെന്റലിയഫ് ആണ്. മോഡേൺ പീരിയോഡിക് ടേബിളിന്റെ പിതാവ് മോസ്ലി ആണ്. അദ്ദേഹം ആറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ പീരിയോഡിക് ടേബിളിനെ ക്ലാസിഫൈ ചെയ്തത്. ഇനി താഴേക്കുള്ളതിനെയാണ് നമ്മൾ ഗ്രൂപ്പ് എന്ന് പറയാം. വിലങ്ങനെയുള്ളതിനെ നമ്മൾ പീരീഡ് എന്നാണ് പറയാ. 7 പീരീഡും 18 ഗ്രൂപ്പും ആണ് ഉള്ളത്. ഇനി ഒന്നാമത്തെ ഗ്രൂപ്പിനെ നമ്മൾ ആൽക്കലി ലോഹങ്ങൾ എന്ന് പറയും. രണ്ടാമത്തേന് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ. 3 മുതൽ 12 വരെ. ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് ആൽക്കലി ലോഹങ്ങൾ എന്തായാലും പഠിക്കണം, ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ പഠിക്കണം, 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകാരുടെ പേര് പഠിക്കണം, സംക്രമണ മൂലകങ്ങൾ. 17 ഇമ്പോർട്ടന്റ് ആണ്, ഹാലോജനുകൾ. 18ാമത്തെ ഗ്രൂപ്പ്. ഇത്രയെങ്കിലും നിങ്ങൾ പഠിക്കണേ. ഇത്ര ഇതിന്റെ പേര് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ എന്ന് പറയുന്നത് ഏത് ഗ്രൂപ്പുകാരെയാണ് അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ. അല്ലെങ്കിൽ ഉത്കൃഷ്ടവാതകം എത്രാമത്തെ ഗ്രൂപ്പുകാരെയാണ്. പിന്നെ നമ്മൾ പറഞ്ഞു ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകങ്ങളുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസ് തുല്യമായിരിക്കും. ഓക്കെ. ഇപ്പൊ ഇവിടെ ഒരേ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 വരണതൊക്കെ ഗ്രൂപ്പ് നമ്പർ 1-ലുള്ളവരാണ്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 വന്നവരൊക്കെ ഗ്രൂപ്പ് നമ്പർ 2 ആണ്. അപ്പൊ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകങ്ങളുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം തുല്യമായിരിക്കും. പിന്നെ 13 മുതൽ 18 വരെയുള്ള മൂലകങ്ങളുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിന്റെ ഒപ്പം 10 കൂട്ടിയാൽ മാത്രമാണ് നമുക്ക് ഗ്രൂപ്പ് നമ്പർ കിട്ടുള്ളൂ. ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ 13 മുതൽ 18 വരെയുള്ള മൂലകങ്ങളുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണത്തിന്റെ ഒപ്പം 10 കൂട്ടിയാൽ നമുക്ക് ഗ്രൂപ്പ് നമ്പർ കിട്ടും. പീരീഡ് നമ്പർ കാണാനായിട്ടുള്ളത് ഇതാണ്. ഒരു മൂലകത്തിലെ എത്രയാണോ അവരുടെ ഷെല്ലിന്റെ എണ്ണം അതാണ് പീരീഡ് നമ്പർ. ഷെല്ലുകളുടെ എണ്ണവും പീരീഡ് നമ്പറും സെയിം ആയിരിക്കും. നമ്പർ ഓഫ് ഷെല്ലും പീരീഡ് നമ്പറും സെയിം ആയിരിക്കും. ഇനി പ്രാതിനിധ്യ മൂലകങ്ങൾ എന്ന് പറയുന്നത് 1, 2 ഗ്രൂപ്പുകാരെയും 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകാരെയും ഒരുമിച്ച് പറയുന്ന പേരാണ് റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ്. അതിൽ ലോഹങ്ങളുണ്ട്, അലോഹങ്ങളുണ്ട്, ഉപലോഹങ്ങളുണ്ട്.
പിന്നെ ഈ പ്രാതിനിധ്യ മൂലകങ്ങൾ ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിലുള്ള മൂലകങ്ങളൊക്കെ ഉൾപ്പെടുന്നു. ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺ 1 മുതൽ 8 വരെയുള്ള ആൾക്കാരാണ്. ഇനി ഉത്കൃഷ്ടവാതകങ്ങൾ 18ാമത്തെ ഗ്രൂപ്പ് എലമെന്റ്സിനെയാണ് നമ്മൾ ഉത്കൃഷ്ടവാതകങ്ങൾ എന്ന് പറയാം. ഇതിൽ ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൺ, സെനോൺ, റഡോൺ ഒക്കെ പറയണത് ഈ ഉത്കൃഷ്ടവാതകങ്ങളുടെ എക്സാമ്പിൾ ആണ്. അതിനെ അറിയപ്പെടുന്ന പേരാണ് അലസവാതകങ്ങൾ, അപൂർവവാതകങ്ങൾ, ഇനേർട്ട് ഗ്യാസ്, റയർ ഗ്യാസ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഇതാണ്. ഇനി അതിന്റെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു. കാലാവസ്ഥാ ബലൂണുകൾ നിറയ്ക്കുന്നത് ഹീലിയാണ്. ഓറഞ്ച് നിറം ലഭിക്കാനായിട്ട് നിയോൺ. പിന്നെ വൈദ്യുത ഫിലമെന്റിൽ ഉപയോഗിക്കുന്നത് ആർഗൺ. റേഡിയോ ആക്ടിവിറ്റി ഉള്ളത് റഡോൺ ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ 3 മുതൽ 12 വരെയുള്ള കാണപ്പെടുന്ന ഗ്രൂപ്പുകാരാണ്. അവര് ലോഹങ്ങളാണ്. പിന്നെ ഈ ഡി ബ്ലോക്കിലുള്ളത് അതെന്താന്ന് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. പിന്നെ 3 മുതൽ 12 വരെയുള്ളവരാണ് ട്രാൻസിഷൻ എലമെന്റ്സ്. അവര് ലോഹങ്ങളാണ്. നിറമുള്ള കോമ്പൗണ്ട്സ് ആണ് അവർ ഉണ്ടാക്കുന്നത്. ലാന്തനൈഡ്സ് നമ്മൾ പറഞ്ഞു 6ാമത്തെ പീരീഡുകാർ 57 മുതൽ 71 വരെയുള്ളവരാണ്. 7ാമത്തെ പീരീഡുകാരാണ് ആക്ടിനോയിഡുകൾ. പിന്നെ ഒരു പോയിന്റ് ഞാൻ വിട്ടുപോയി പറയാം. യുറേനിയത്തിന് ശേഷമുള്ള മൂലകങ്ങൾ ഒക്കെ മനുഷ്യനിർമ്മിതമാണ് കേട്ടോ. നമ്മളായിട്ട് ഉണ്ടാക്കിയതാണ്. പ്രകൃതിയിൽ കാണപ്പെടുന്ന മൂലകങ്ങളല്ല. അത് മനുഷ്യന്റെ നിർമ്മിതി കൊണ്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ ലാന്തനോയിഡിനെയും ആക്ടിനോയിഡിനെയും ഒരുമിച്ച് പറയുന്ന പേരാണ്, ഇത് ഇമ്പോർട്ടന്റ് ആണ്, അന്തസംക്രമണ മൂലകങ്ങൾ. പിന്നെ ലാന്തനോയിഡിന് പറയുന്ന പേരാണ്, വേറൊരു പേരാണ് റയർ എർത്ത്. റയർ എർത്ത് ലാന്തനോയിഡ് ആണ്. ഇത് ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ലാന്തനോയിഡ് എന്ന് പറയണത് റയർ എർത്ത് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. മെറ്റലോയിഡ്സ് നമ്മൾ പറഞ്ഞു. ഇത് എന്തായാലും നോക്കിക്കോളൂ, കുറച്ച് എലമെന്റ്സ്. ഇനി ഇതിൽ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ? പിണ്ഡം എന്ന് പറഞ്ഞില്ലേ, അതൊന്ന് എന്താന്ന് ഒന്നുകൂടി പറയൂ. ആറ്റോമിക മാസിനെയാണ് നമ്മൾ പിണ്ഡം എന്ന് ഉദ്ദേശിക്കുന്നത്. അതിന്റെ മലയാളം. ഓക്കെ, ക്ലിയർ ആയോ? ഇനി എന്തെങ്കിലും ഉണ്ടോ? പിന്നെ പീരീഡില് നമ്മൾ പറഞ്ഞില്ലേ, നമുക്ക് ഡൗട്ട് ഉള്ളത് അത് 5ാമത്തെ പീരീഡ് കഴിഞ്ഞിട്ടുള്ളതിൽ കുറെ എണ്ണങ്ങള് 6, 7ന്റെ പീരീഡിന്റെ പ്രോപ്പർട്ടീസ് കാണിക്കണവരുണ്ട്. അത് എഫ് ബ്ലോക്ക് എലമെന്റ്സ് ആയതുകൊണ്ടാണ് ഞാൻ അത് കൃത്യമായിട്ട് പറയാഞ്ഞത് കേട്ടോ. നമ്മൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ലാസ്റ്റ് എഫ് വരണതിനെയാണ് നമ്മൾ എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയണത്. നമ്മൾ തന്നേണ പീരീഡിൽ തന്നെ നിങ്ങൾക്ക് തോന്നിയ 6th 7th പീരീഡിലുള്ളവരൊക്കെ കുറെ എഫ് ബ്ലോക്ക് എലമെന്റ്സുകൾ ഉണ്ട് കേട്ടോ. നമ്മൾ അതും കൂടി എടുക്കുമ്പോൾ നമ്മൾ ഒരുമിച്ച് അങ്ങോട്ട് പറഞ്ഞു തരാം. ഈ പറഞ്ഞ 6th 7th എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ കുറെ പേര് ഇതിന്റെ ഇടയിലുള്ളവരൊക്കെ എഫ് ബ്ലോക്ക് എലമെന്റ്സ് ആണ്. ഓക്കെ, അതും കൂടി എടുക്കുമ്പോൾ പറയാം. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് നിർത്താം. ക്ലിയർ ആണോ? ആരും ഒന്നും പറയണില്ലല്ലോ. ക്ലിയർ ആണോ? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എന്താ ആരും ഒന്നും പറയാത്തെ? ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ ഇതിൽ എന്തെങ്കിലും പോയിന്റ് വിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് നോട്ടായിട്ട് തരാം കേട്ടോ. 118ാമത്തെ എലമെന്റിന്റെ IUPAC നെയിം ഇംഗ്ലീഷിൽ എഴുതിയേക്കണ്ട തെറ്റ് ചെയ്തേക്കണ്ടാണോ? 118ന്റെ IUPAC നെയിം ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന തെറ്റ് ചെയ്തതാണോ? തെറ്റിയാ? നോക്കട്ടെ, ക്രോസ് ചെക്ക് ചെയ്യാൻ വിട്ടുപോയി. ഇതാണോ? ഇതില്ലേ? ഓക്കെ, അത് ഞാൻ ഫോട്ടോ എടുത്തിട്ട് കഴിഞ്ഞപ്പോൾ തെറ്റിയതാണ് കേട്ടോ. ഇത് ഓർഗനൈസർ എന്നാണ് കേട്ടോ പറയാ. ഇത് നിങ്ങൾ കറക്റ്റ് ചെയ്ത് പഠിച്ചോണേ. ഓർഗനൈസർ എന്നാണ് ഇത് വെട്ടിയേക്കാം. മലയാളം നോക്കിയാൽ മതി കേട്ടോ. അത്
ഞാൻ ഫോട്ടോ എടുത്തപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല, സോറി. ഓക്കെ, ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടാ. ഓക്കെ, ക്ലിയർ അല്ലേ? കുറച്ച് പാടുണ്ടാവും കെമിസ്ട്രി, നമ്മൾ പതിയെ പതിയെ പഠിച്ചാൽ മതി. ആദ്യമായിട്ട് കേൾക്കണതിന്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, മനസ്സിലാവാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടാണ് കുറച്ച് പതുക്കെ പോയതും. ഇനി കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു 2 ടോപ്പിക്കും കൂടി ഉണ്ട്. അത് കഴിഞ്ഞാൽ കെമിസ്ട്രി നിങ്ങൾക്ക് സിമ്പിൾ ആണ്. ആ 2 ടോപ്പിക്കും കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. ഇപ്പൊ ഇത്തിരി ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവും, ഇല്ല എന്നൊന്നും ഞാൻ പറയണില്ല, ഇച്ചിരി പാടാണെന്ന് എനിക്കറിയാം. അത് ശരിയായിക്കോളും. പിന്നെ കുറച്ച് കെമിസ്ട്രി ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് സിമ്പിൾസും കുറച്ച് കാര്യങ്ങൾ അല്ലാണ്ട് തന്നെ, ഞാൻ പറയാണ്ട് തന്നെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടും. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ശരി, താങ്ക് യു. വേറെ ഡൗട്ട് ഒന്നുമില്ല എല്ലാവർക്കും? എന്താ ആർക്കും ഒരു ഉഷാറില്ലല്ലോ, എന്തൊക്കെയോ ഒരു സംശയം ബാക്കി വന്ന പോലെ തോന്നുന്നു. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ശരി, താങ്ക് യു.